പരിശുദ്ധാത്മാവിന് സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ ആമീൻ. എത്രയും ബഹുമാന്യനായ റമ്പാച്ചൻ, ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, ഇന്ന് ഈ പരിശുദ്ധ ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്കായി എത്തിയിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ ദേവാലയത്തിൻ്റെ ശാന്തസുന്ദരമായ ശാന്തഗംഭീരവുമായ ഈ അന്തരീക്ഷത്തിൽ നിന്ന് പരിസരമൊന്ന് വീക്ഷിക്കുന്നതായ സന്ദർഭത്തിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതായ ഒരു വസ്തുതയുണ്ട്. മഹാപരിശുദ്ധനായ പരിമല തിരുമേനിയുടെ പുണ്യദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നതായ ഈ പുണ്യഭൂമിയിലേക്ക് എത്രയോ ആളുകളാണ് പ്രാർത്ഥനയോടും കണ്ണുനീരോടും കൂടി ഈ സന്നിധിയിലേക്ക് വരുന്നത്. ഈ അവസരത്തിൽ എൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നതായ ഒരു ചിത്രം ഇന്നത്തെ വേനലുമായിട്ട് താതാത്മ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒന്നാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യം ഇന്ന് കടുത്ത വേനലിലൂടെ കടന്നു പോകുമ്പോൾ ധാരാളം ആളുകൾ ജലം തേടി അലയുകയാണ്. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കിണറ്റിൻ കരയിൽ ജനം കൂടി നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അവിടെ ജലസമൃദ്ധമായ ഒരു സാഹചര്യമാണ് ഉള്ളതെന്ന്. അപ്പോൾ ജലസമൃദ്ധമായ ആ കിണറിൻ്റെ അരികിൽ നിന്ന് ധാരാളം ആളുകൾ വരികയും പാത്രങ്ങളിൽ വെള്ളം കോരി നിറച്ചുകൊണ്ട് ദാഹശമനത്തിന് വേണ്ടി അവർ തിരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു ചിത്രമാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. പരിശുദ്ധനായ പരിമല തിരുമേനി എന്ന് പറയുന്നത് ഒരു വലിയ ജലാശയമാണ്, ഒരു വലിയ കിണറാണ്. കർത്താവ് കിണറിൻ്റെ അരികിൽ ചെന്ന് നിന്ന് ശമരിയക്കാരി സ്ത്രീയോട് ജലം അഭ്യർത്ഥിക്കുന്നുണ്ട്, ജലം ചോദിക്കുന്നുണ്ട്. മഹാപരിശുദ്ധനായ പരിമല തിരുമേനി ഒരു ജലസമൃദ്ധമായ കിണറിന് സമാനമാണ്. ആ കിണറിൻ്റെ അരികിൽ വന്നു നിന്നുകൊണ്ട് ജനം ദാഹാർത്തരായിട്ട് ആ കിണറിലെ ജലം, പരിശുദ്ധാത്മാവാകുന്ന ജലം, ക്രിസ്തുവാകുന്ന ആ പുണ്യജലം, സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യമാകുന്ന ആ ജലം, അത് ആവോളം ആസ്വദിക്കുവാൻ വേണ്ടി അവർ വന്നു ചേരുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. യേശുവിനെ പ്രാപിക്കുവാൻ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ, ദൈവത്തെ കണ്ടെത്തുവാൻ പുണ്യതീർത്ഥവാഹകനായ പരിമല തിരുമേനിയുടെ സന്നിധിയിലേക്ക് ഇവിടെ വന്നു ചേരുമ്പോൾ നമ്മൾ ഓർക്കണം, പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് നിറഞ്ഞ ജലസമൃദ്ധമായ ഒരു അവസ്ഥയാണ് യേശു ക്രിസ്തുവിനാൽ എന്നുള്ള സംഗതി നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് യേശു ക്രിസ്തുവിനെ പ്രാപിക്കുവാൻ സാധിക്കും. ഇവിടെ വരുന്നവർക്ക് പരിശുദ്ധാത്മാവായ ദൈവത്തെ കണ്ടെത്തുവാൻ സാധിക്കും. പരിശുദ്ധാത്മാവ് അഭിഷേകത്തോടു കൂടി അവർക്ക് തിരിച്ചു പോകുവാൻ സാധിക്കും. ആശ്വാസം കണ്ടെത്തിക്കൊണ്ട് അവർക്ക് പോകുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധനായ പരിമല തിരുമേനി ജീവിച്ചിരിക്കുന്നതായ കാലഘട്ടത്തിലും അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിടവാങ്ങിയിട്ട് ഇത്രയും വർഷങ്ങളായി എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ അത്ഭുതങ്ങൾ അനുനിമിഷം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധനായ പരിമല തിരുമേനി ജന്മം കൊണ്ട ആ നാട് ബലഹീനനായ എൻ്റെ നാടിന് അടുത്താണ് എന്നുള്ളത് ഒരഭിമാനമായിട്ട് അല്ലെങ്കിൽ ഒരു സ്വകാര്യ അഹങ്കാരമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. അതോടൊപ്പം തന്നെ പരിശുദ്ധനായ പരിമല തിരുമേനി പഠിച്ചത് ആ നാട്ടിലാണല്ലോ ഞാൻ ജനിച്ചത്, പമ്പാക്കുട എന്ന ദേശത്താണ് എന്നുള്ളത് അഭിമാനകരമായൊരു സംഗതിയാണ്. ആ പുണ്യപിതാവിൻ്റെ പാദസ്പർശമേറ്റ ആ നാട്ടിൽ അവിടെ നിന്നും അദ്ദേഹത്തിൻ്റെ ബന്ധുവായ ഒരു മനുഷ്യൻ സാക്ഷിക്കുന്നതായ ഒരു സാക്ഷ്യം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ സഹോദരിയെ പമ്പാക്കുട എന്ന് പറയുന്ന ദേശത്ത്, നെടുമ്പാമ്പാക്കുട എന്ന് പറയുന്ന സ്ഥലത്താണ് വിവാഹം കഴിപ്പിച്ചയച്ചത്. ആ കുടുംബത്തിൽ ഒരു ചെറിയ കലഹം ഉണ്ടായതായിട്ട് ആ കുടുംബത്തിൻ്റെ പരമ്പരയിൽപ്പെട്ട ഒരു അധ്യാപകൻ എന്നോട് പറയുകയുണ്ടായി. അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയതാണ്. അവിടെ ഒരു ചെറിയ കലഹമുണ്ടായി. എന്താണ്? വസ്തു പങ്കുവെക്കുന്നതിനെ ചൊല്ലിയുള്ള ഒരു കലഹമാണ് അവിടെ ഉണ്ടായത്. കാരണം ആ പിതാവിന് കുറേ 3-4 ആൺകുട്ടികളുണ്ടായിരുന്നു. അത് വസ്തു പങ്കുവെച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഇളയ മകന് കൊടുത്തത് പാറകൾ നിറഞ്ഞ ഒരു കുന്നാണ്. അപ്പോൾ പാറകൾ നിറഞ്ഞ ഒരു കുന്ന് അന്നത്തെ കാഴ്ചപ്പാടിൽ അതൊരു വലിയ ഒരു എന്താ പറയുന്നത്, ഒന്നും പരിഗണിക്കാതിരിക്കലാണ്. കാരണം ആ പാറയിൽ നിന്നും എന്താണ്
ലഭിക്കുന്നത് എന്ന് അന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ചിന്തിക്കുവാൻ സാധ്യമല്ല. ഇന്ന് പാറയും കുന്നുമുള്ള ദേശം ഏതെങ്കിലും മക്കൾക്ക് തൻ്റെ അപ്പൻ എഴുതി കൊടുക്കുകയാണെങ്കിൽ ആ അപ്പനെ ജീവിതകാലം വരെ അവസാനം വരെ മക്കൾ വളരെ സന്തോഷത്തോടു കൂടി തോളിൽ ചുമന്നുകൊണ്ട് വേണമെങ്കിൽ നടക്കും. കാരണം പാറ വിറ്റാൽ കാശാണ്, കുന്നിടിച്ചു നിരത്തി കൊടുത്തു കഴിഞ്ഞാൽ കാശാണ്. എന്നാൽ അന്ന് പാറയെക്കുറിച്ച് യാതൊരു സങ്കല്പങ്ങളുമില്ല. അപ്പോൾ ഈ പാറ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ മകൻ അസ്വസ്ഥനായി, അദ്ദേഹം വീട്ടിൽ പ്രശ്നമുണ്ടായി, പിതാവിനോട് കലഹിക്കുവാൻ തുടങ്ങി. അപ്പോഴാണ് പരിശുദ്ധനായ ബലിവിലെ തിരുമേനി വിവരം ധരിപ്പിക്കുകയും തിരുമേനി ആ ഭവനത്തിലേക്ക് എഴുന്നള്ളുകയും ചെയ്തു. എഴുന്നള്ളിയിട്ട് ആ മകനെ വിളിച്ചിട്ട് പറയുകയാണ്, മകനെ നീ ഇങ്ങോട്ട് വാ, നിന്റെ പിതാവാണ് നിനക്ക് ഭാഗം ചെയ്തു തന്നിരിക്കുന്നത്. അതുകൊണ്ട് പിതാവ് വസ്തു ഭാഗം ചെയ്ത് തന്നു കഴിഞ്ഞാൽ ആ വസ്തുവിൽ അവകാശം ചോദിക്കുവാൻ നമുക്ക് ആർക്കും അവകാശമില്ല. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ പിതാക്കന്മാർ നമുക്ക് എന്ത് തരുന്നോ, പിതൃസ്വത്ത് എന്തായിട്ട് നമുക്ക് തരുന്നോ, ആ പിതൃസ്വത്ത് എനിക്ക് ഇന്നത് വേണമെന്ന് അവകാശപ്പെടുവാൻ നമുക്ക് അർഹതയില്ല. എന്താണോ തരുന്നത് ആ തരുന്നത് സന്തോഷത്തോടു കൂടി രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുവാൻ മാത്രമേ നമുക്ക് അവകാശമുള്ളൂ എന്നുള്ള ഒരു സത്യം അവിടെ വെളിപ്പെടുകയാണ്. അപ്പോൾ തിരുമേനി പറഞ്ഞു, നിന്റെ പിതാവ് തന്നതുകൊണ്ട് നീ തൃപ്തനാകണം. അപ്പോൾ തിരുമേനിയാണ്, അമ്മാവനാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ഒരു ചിന്തയോടുകൂടി അദ്ദേഹം പറഞ്ഞു, തിരുമേനി കൽപ്പിക്കുന്നത് പോലെ എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ ആശ്വസിക്കുകയാണ്. അപ്പോൾ തിരുമേനി അവനോട് പറയുകയാണ്, മകനെ നീ വിഷമിക്കേണ്ട, നിനക്ക് പാറയാണ് ലഭിച്ചതെങ്കിൽ പോലും ഈ പാറയിൽ നിന്നും നിനക്ക് കനകം വിളയും എന്ന് ഒരു വരം കൊടുക്കുകയാണ്. കനകം വിളയും എന്ന് ഒരൊറ്റ പദം മാത്രമേ തിരുമേനി പറഞ്ഞിട്ടുള്ളൂ, ഒരു വാചകം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എവിടെ കനകം വിളയാനാണ് എന്നുള്ള ചിന്ത അന്നൊന്നും അദ്ദേഹം ചിന്തിച്ചു കാണുകയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന പാറയിൽ, ആ പാറയുടെ വിടവിലൂടെയുള്ള സ്ഥലങ്ങളിലെല്ലാം തെരുവപ്പുല്ല്, ഒരുപക്ഷെ നിങ്ങൾക്ക് ഏവർക്കും അറിയാം, തെരുവപ്പുല്ല് വളർന്നിരുന്നു. ആ തെരുവപ്പുല്ല് ഇദ്ദേഹം കണ്ടിച്ച് വാറ്റി തെരുവ തൈലം ഉണ്ടാക്കിയിട്ട് അന്നത്തെ കൊച്ചി മഹാരാജ്യത്തിൻ്റെ തലസ്ഥാനമായ കൊച്ചിയിലേക്ക് അദ്ദേഹം പോവുകയാണ്. കൊച്ചിയിലേക്ക് പോയി തെരുവ തൈലം കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പകരം കിട്ടിയത് എന്താണെന്നറിയാമോ? അന്ന് കിട്ടിയത് സ്വർണ്ണ നാണയങ്ങളാണ് പകരം കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ഓർക്കണം, പരിശുദ്ധനായ ബലിവിലെ തിരുമേനി പറഞ്ഞു, ഇതിൽ നിന്ന് നിനക്ക് കനകം വിളയും എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം ഇതൊന്നും വിചാരിച്ചില്ല. അപ്പോൾ തെരുവ വിറ്റ്, ആ തെരുവ തൈലം വിറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൽ നിന്നും കിട്ടിയത് സ്വർണ്ണ നാണയങ്ങളാണ്. അപ്പോൾ സ്വർണ്ണ നാണയങ്ങൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ തിരുമേനിയുടെ വാക്കുകൾ അന്വർത്ഥമായി എന്നുള്ള കാര്യം നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിന്നും കനകം വിളയും എന്നുള്ള ആ പുണ്യപിതാവിൻ്റെ വാക്കുകൾ അത് മാലാഖമാർ എഴുതിയെടുക്കുകയാണ്. പുണ്യപിതാക്കന്മാരുടെ വായിൽ നിന്നും ചാടുന്ന വചനങ്ങൾ, അല്ലെങ്കിൽ അവരിൽ നിന്നും പുറപ്പെടുന്ന വാക്യങ്ങൾ, അത് എഴുതിയെടുക്കുവാൻ പോലും മാലാഖമാരുണ്ട്. അത് തീർച്ചയായിട്ടും അത് അർത്ഥവത്താകും, അല്ലെങ്കിൽ സഫലീകരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയുള്ള പരിശുദ്ധനായ ബലിവിലെ തിരുമേനി അന്ത്യവിശ്രമം കൊള്ളുന്നതായ തിരുമേനിയുടെ സജീവ സാന്നിധ്യമുള്ള ഈ പുണ്യഭൂവിലേക്ക് ഇവിടെ കടന്നു വന്നിരിക്കുന്ന നാം ഓരോരുത്തരും, നമ്മൾ എന്തിനാണ് ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത്? എനിക്കറിയാം, നമ്മളാരും വലിയ ധനം പ്രതീക്ഷിച്ചുകൊണ്ട് വന്നവരല്ല, നമ്മളാരും അധികം പദവികൾ പ്രതീക്ഷിച്ചുകൊണ്ട് വന്നവരല്ല, നമ്മളാരും മറ്റ് ആവശ്യങ്ങളുമായിട്ട് വന്നവരാണ് എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉണ്ട്, നമുക്കെല്ലാവർക്കും ഇവിടെ വന്ന് ഒരു തുള്ളി കണ്ണുനീരർപ്പിക്കുവാനുണ്ട്. ഒരു തുള്ളി കണ്ണീരർപ്പിക്കുവാനുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് എന്തൊക്കെയോ പറയുവാനുണ്ട്. മനസ്സിൻ്റെ ശാന്തത നമുക്ക് കൈവരിക്കുവാനുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്നവരുടെ മനസ്സിൽ വിവിധങ്ങളായ വിചാരങ്ങളുടെ പ്രക്ഷോഭം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒന്നല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കാര്യം ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് അറിയിക്കുവാനുണ്ട്. പുണ്യ തിരുമേനിയോട് നമുക്ക് അപേക്ഷിക്കുവാനുണ്ട്, പ്രാർത്ഥിക്കുവാനുണ്ട്. ആ തിരുമേനിയുടെ പ്രാർത്ഥന ദൈവം കൈക്കൊണ്ട് നമുക്ക് മറുപടി നൽകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ വീഴ്ത്തുന്നതായ ഓരോ തുള്ളി കണ്ണുനീരും ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വീകാര്യയോഗ്യമായ ബലിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നവർക്ക് ആശ്വാസം കണ്ടെത്തുന്നു. ഇവിടെ വരുന്നവർക്ക്, ഇവിടെ ഈ ദേവാലയത്തിൻ്റെ ഈ മണ്ണിൽ ഇരിക്കുന്നവർക്ക് ഒരു കാര്യം പ്രത്യേകം അറിയുവാനുണ്ട്. നമ്മൾ വന്നിരിക്കുന്നത് ഒരല്പം ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ അരുമനാഥൻ്റെ വചനം ശ്രവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരല്പം ആശ്വാസം, ഒരല്പം സമാധാനം, ഒരല്പം സന്തോഷം. ഇവിടെ പുറമേക്ക് ഇറങ്ങുന്നതായ സന്ദർഭത്തിൽ നമുക്ക് 100,000 പ്രശ്നങ്ങളാണ്, 100,000 ബന്ധപ്പാടുകളാണ്, 100,000 സങ്കടങ്ങളാണ്, 100,000 ടെൻഷനാണ്. ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് പോലും ഒരു കുട്ടിയോട് ചോദിച്ചു, എന്താണ് നീ വല്ലാതിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ UKG പഠിക്കുന്ന കുട്ടിയാണ് അത് പറയുന്നതായ കാര്യം ഇതാണ്, പരീക്ഷ വരുന്നു, അതിൻ്റെ ടെൻഷനാണെന്ന് പറയുന്നത്.
അപ്പോൾ UKG പഠിക്കുന്ന കുട്ടിക്ക് പോലും ടെൻഷനുള്ള ഒരു കാലഘട്ടമാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന നമുക്ക് ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ പലതരത്തിലുള്ള ടെൻഷനുണ്ട്. ആ ടെൻഷനെല്ലാം ഒന്ന് ഇറക്കി വയ്ക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ വന്നിരിക്കുന്നു. നമ്മുടെ മനസ്സുകളെല്ലാം പലതിലേക്കും ഓടിപ്പോയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്? ദൈവത്തിങ്കിലേക്കല്ല നമ്മുടെ മനസ്സ് പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് സംഗീതക്കാരൻ പാടിയിട്ടുണ്ട്. ആ പാട്ട് നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ഭൂലോകമായയിൽ മോഹം പതിച്ചെൻ്റെ കാലം വാഴിൽ കളഞ്ഞിടാതിന്നിൽ സ്വർലോകരാജ്യത്തിൽ തങ്ക കിരീടത്തിൽ ഉല്ലാസവീകിണി പൊന്നീശുവി ഭൂലോകമായിൽ മോഹം പതിച്ചെൻ്റെ കാലം പാഴിൽ കളഞ്ഞിടാതിന്നിൽ സ്വർലോകരാജ്യത്തിൽ തങ്ക കിരീടത്തിൽ ഉല്ലാസവീകിണി പൊന്നീശുവി. ഈ ലോകത്തിൻ്റെ മോഹമായ വലയത്തിൽ ഞാൻ ഉൾപ്പെട്ടു പോകാതെ, ഈ ലോകത്തിൻ്റെ മോഹവലയത്തിൽ ഞാൻ ഉൾപ്പെട്ടു പോകാതെ, എൻ്റെ കാലം പാഴിൽ കളയാതെ ആ സ്വർലോകരാജ്യത്തിൽ എനിക്ക് ആശ്വാസമേകണം. തങ്ക കിരീടത്തിൽ ഉല്ലാസമേകണമേ പൊന്നേശുവേ. എൻ്റെ ആശ്വാസം എന്ന് പറയുന്നത് അവിടുത്തെ രാജ്യത്തിലാണ് എൻ്റെ ആശ്വാസം. ഈ ലോകത്തിൽ എൻ്റെ മോഹം ഇവിടെ ഉണ്ടാകരുതേ, മോഹം പതിഞ്ഞ് ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളിലേക്കും ഞാൻ പെട്ടുപോകരുതേ എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതം സാർത്ഥകമാകുവാൻ വേണ്ടി, എൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുവാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ജീവിതം എന്ന് പറയുന്നത് പലതുമാണ്. നിങ്ങൾക്കറിയുമോ, ന്യൂയോർക്ക് നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള മാൻഹട്ടനിൽ എയ്ഡ്സ് രോഗികൾക്കായിട്ടൊരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൻ്റെ ചുവരിൽ മദർ തെരേസയുടെ ഒരു ജീവിത ദർശനം എഴുതി വച്ചിട്ടുണ്ട്. ആ ജീവിത ദർശനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ജീവിതത്തെക്കുറിച്ച് പറയുന്നു. ഒന്നാമതായിട്ട് പറയുന്നു, ജീവിതം ഒരവസരമാണ്. ജീവിതം ഒരവസരമാണ്, അത് ഉപയോഗിക്കുക. നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ഓരോ കാര്യങ്ങളും കൊണ്ടുവരികയാണ്. ഒന്ന്, ജീവിതം ഒരവസരമാണ്, അത് ഉപയോഗിക്കുക. എത്ര പേര് ജീവിതം അവസരമായിട്ട് അത് ഉപയോഗിച്ചിട്ടുണ്ട്? രണ്ട്, ജീവിതം ഒരു സൗന്ദര്യമാണ്, അത് ആസ്വദിക്കുക. ജീവിതം സൗന്ദര്യമായിട്ട് ആസ്വദിച്ചവർ എത്ര പേരുണ്ട്? മൂന്ന്, ജീവിതം ഒരനുഗ്രഹമാണ്, അത് അനുഭവിക്കുക. ജീവിതത്തെ അനുഗ്രഹമായിട്ട് ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്? നാല്, ജീവിതം ഒരു വെല്ലുവിളിയാണ്, അതിനെ അഭിമുഖീകരിക്കണം. അഞ്ച്, ജീവിതം എന്ന് പറയുന്ന ഒരു കർത്തവ്യമാണ്, അത് നിർവഹിക്കണം. ആറ്, ജീവിതം എന്ന് പറയുന്ന ഒരു മത്സര കളരിയാണ്, അത് കളിച്ചു തീർക്കണം. ഏഴ്, ജീവിതം വിലയേറിയതാണ്, അതിനെ നമ്മൾ ശ്രദ്ധിക്കണം. എട്ട്, ജീവിതം എന്ന് പറയുന്നത് സമ്പത്താണ്, ജീവിതം ഒരു സമ്പത്താണ്, അതിനെ എന്ത് ചെയ്യണം? അതിനെ സംരക്ഷിക്കണം. ജീവിതം സ്നേഹമാണ്, അതിനെ അനുഭവിച്ചറിയണം. ജീവിതം ഒരു നിഗൂഢ രഹസ്യമാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. ജീവിതം ഒരു വാഗ്ദാനമാണ്, അത് നിറവേറ്റപ്പെടണം. ജീവിതം ദുഃഖമാണ്, അത് കീഴടക്കണം. ജീവിതം ഒരു ഗാനമാണ്, അത് നമ്മൾ ആലപിച്ചേ മതിയാകൂ. ജീവിതം ഒരു സമരം തന്നെയാണ്, അത് അംഗീകരിക്കണം. ജീവിതം ഒരു ദുരന്ത നാടകമാണ്, പലപ്പോഴും അതിനെ നമ്മൾ നേരിട്ടേ പറ്റൂ. ജീവിതം ഒരു സാഹസവൃത്തിയാണ്, അതിനെ അഭിമുഖീകരിച്ചേ പറ്റൂ. ജീവിതം ജീവനാണ്, അതിനെ നമ്മൾ കാത്തു സംരക്ഷിക്കണം. ജീവിതം ഭാഗ്യമാണ്, അതിനെ ഭാഗ്യമാക്കുക. ജീവിതം അനർഘമാണ്, അതിനെ നശിപ്പിക്കരുത്. അപ്പോൾ ജീവിതത്തെക്കുറിച്ച് എത്രമാത്രം കാഴ്ചപ്പാടുകളാണ്
മദർ തെരേസയുടെ വാക്കുകളിൽ ജീവിതത്തെക്കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ ജീവിതം അവസരമാണ്, സൗന്ദര്യമാണ്, അനുഗ്രഹമാണ്, വെല്ലുവിളിയാണ്. ജീവിതം കർത്തവ്യമാണ്, മത്സരക്കളിയാണ്, വിലയേറിയതാണ്, സമ്പത്താണ്, സ്നേഹമാണ്, നിഗൂഢ രഹസ്യമാണ്. ജീവിതം വാഗ്ദാനമാണ്, ചിലപ്പോൾ ദുഃഖമാണ്, ചിലപ്പോൾ ഗാനമാണ്, ചിലപ്പോൾ സമരമാണ്. ജീവിതം ചിലപ്പോൾ ദുരന്ത നാടകമാണ്, ചിലപ്പോൾ സാഹസവൃത്തിയാണ്, ചിലപ്പോൾ അത് ജീവനാണ്, ഭാഗ്യമാണ്, അനർഘമാണ്. അപ്പോൾ ജീവിതത്തെക്കുറിച്ച് ഇത്രമാത്രം കാഴ്ചപ്പാടുകളുള്ളപ്പോൾ നമ്മൾ ഈ ജീവിതത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഗതി. നിങ്ങൾക്കറിയുമോ, 60 വയസ്സ് വരെ ജീവിക്കുന്ന വ്യക്തി എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു പഠനം അടുത്ത കാലത്തുണ്ടായിട്ടുണ്ട്. 60 വയസ്സ് വരെ ജീവിക്കുന്നതായ ഒരു വ്യക്തി അതിന്റെ 1/3 സമയം കിടന്നുറങ്ങുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എത്ര സമയമാണ് കിടന്നുറങ്ങുന്നത്? ഏതാണ്ട് 20 വർഷക്കാലത്തോളം അവൻ കിടന്നുറങ്ങുകയാണ്. ബാക്കി എത്ര വർഷമുണ്ട്? 40 വർഷമേ ഉള്ളൂ. അതിൽ 2.5 വർഷം അവൻ കുളിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നാ പറയുന്നത്. 2.5 വർഷത്തോളം ഒരു മനുഷ്യൻ കുളിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. 3 വർഷക്കാലത്തോളം അവൻ വെറുതെ വെടി പറഞ്ഞിരിക്കുകയാണ്. വെറുതെ മറ്റുള്ളവരെ കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ്, പൊങ്ങച്ചങ്ങൾ പറഞ്ഞ്, പ്രശ്നങ്ങളുണ്ടാക്കി 3 വർഷക്കാലം അവന്റെ 60 വയസ്സ് വരെയുള്ള ജീവിതകാലത്തിൽ 3 വർഷക്കാലത്തോളം വെറുതെ നശിപ്പിക്കുകയാണ്. ഇനി 2 വർഷക്കാലത്തോളം അവൻ ശണ്ഠ കൂടി നടക്കുകയാണ്. ഒന്നിലെ കൂട്ടുകാരോട്, അല്ലെങ്കിൽ ഭാര്യയോട്, ഭാര്യ ഭർത്താവിനോട്, മക്കളോട് വിലയേറിയ ജീവിതത്തിന്റെ വിലയേറിയ അവസരങ്ങൾ അവൻ നഷ്ടപ്പെടുത്തുകയാണ്. 4 മണിക്കൂർ സമയത്തോളമാണ് ബസ് കാത്തു നിൽക്കുന്നത്. വണ്ടിയുള്ളവർക്ക് പ്രശ്നമില്ല എങ്കിൽ പോലും 4 വർഷക്കാലത്തോളം കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ബസ് കാത്ത് സമയം കളയുന്നു എന്നാണ് പറയുന്നത്. അപ്പോഴൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക, 31.5 വർഷക്കാലം 60 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ 31.5 വർഷക്കാലത്തോളം അവന്റെ സമയം വെറുതെ നഷ്ടപ്പെടുത്തി കളയുകയാണ്. പിന്നെ എപ്പോഴാണ് അവന് ജീവിതത്തെ ഒന്ന് ആസ്വദിക്കുവാൻ സാധിക്കുക? അങ്ങനെ വെറുതെ സമയം കളയുന്ന മനുഷ്യൻ പിന്നെ രണ്ടാമതായിട്ട് മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൻ അഹംഭാവത്തിന്റെ ഉടമയാണ്. നമ്മളിൽ എല്ലാവരിലും ഒരു ഈഗോയുണ്ട്. എന്നെ ഒന്ന് അംഗീകരിച്ചാൽ എന്താ കുഴപ്പം? എൻ്റെ വാക്കുകൾക്കൊന്ന് ചെവി കോർത്താൽ എന്താ കുഴപ്പം? അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ് കുടുംബത്തിലും സമൂഹത്തിലും ചുറ്റുപാടിലെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോഴവിടെ ഓർക്കുക, എത്ര ബലവാനായ മനുഷ്യനും എത്ര സമർത്ഥനായ മനുഷ്യനും നിങ്ങൾക്ക് അധികാരം കാണാം, പക്ഷെ നിങ്ങൾ ശക്തനാകണമെന്നില്ല. നിങ്ങളുടെ ശക്തി എന്ന് പറയുന്ന അധികാരം കൈവിടുന്ന നാളിൽ ആ ശക്തി പോകും. നിങ്ങൾ സമ്പത്തുള്ളവരായിരിക്കാം, പക്ഷെ ഈ സമ്പത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. സമ്പത്ത് കൊണ്ട് ഈ കാണാവുന്ന കാര്യങ്ങളെല്ലാം കൂട്ടിയിട്ട് ഒരു തരി മണ്ണോ അല്ലെങ്കിൽ ഒരു തരി സമ്പത്തിന്റെ അംശങ്ങളോ കൊണ്ടുപോകുവാൻ സാധിക്കുമോ? ഒന്നും കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. നിങ്ങൾക്കറിയാം, വെറും മുരിക്കിന്റെ പെട്ടി അത് മനോഹരമാക്കി തീർത്ത ശവപ്പെട്ടിയിലേ നമ്മളെ കടത്തിവിടുകയുള്ളൂ. പിന്നീട് എന്ത് ചെയ്യും? നിങ്ങൾ ഓർക്കുക, വെറും അങ്ങോട്ട് പോകുന്ന വഴിയാത്രയാണല്ലോ. പോക്കറ്റിൽ ഒരു 50 രൂപ അല്ലെങ്കിൽ 10 രൂപ കടന്നു കഴിഞ്ഞാൽ പോലും ആരെങ്കിലും തന്നുവിടുമോ? മരണസമയത്ത് അത് കൂടിയെടുത്ത് നമ്മൾ ഉപയോഗിക്കും. മരിച്ചു പോകുന്ന വ്യക്തിക്ക് 10 രൂപ പോലും കൊടുക്കുകയില്ല. പിന്നീടോ, സ്ത്രീകളാണെങ്കിൽ ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് പതിവില്ല, മരിച്ചു കഴിയുമ്പോൾ താലി ചേർന്ന് താലി പള്ളിയും മേടിച്ചെടുക്കും, ഇല്ലേ? പള്ളിയുടെ ഭണ്ഡാരത്തിലേക്കാണ് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ താലി ഭണ്ഡാരത്തിലേക്ക് കൊണ്ടിടുകയാണ്. അപ്പോൾ ഒന്നുപോലും, ചുരുക്കി പറഞ്ഞാൽ, മക്കളും ദേവാലയവും സമൂഹവും ആർക്കും ഒന്നും തന്നുവിടുവാൻ സമ്മതിക്കുകയില്ല. പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ നമ്മൾ വെട്ടിപ്പിടിക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് കുന്നിടിച്ച് പാടം നികത്തിക്കൊണ്ട് സമൂഹത്തിന് ദ്രോഹികളായി മാറുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം സമ്പാദിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? അപ്പോഴോർക്കുക, ആർക്കും ഒരു ഉപകാരവും ചെയ്യാതെ സമ്പാദിച്ചു കൂട്ടുമ്പോൾ അത് നമുക്ക് അനർത്ഥമായിട്ട് ഭവിക്കുന്നു എന്നുള്ളതാണ്. മദ്രാസില് വെള്ളം പൊങ്ങിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അറിയാം, എത്രമാത്രം ധനവാന്മാരായ മനുഷ്യരും സാധാരണക്കാരായ മനുഷ്യരുമാണ് ദുരന്തം നേരിട്ടത്. ഒരിക്കൽ പോലും ദൈവത്തെ വിളിക്കാത്ത മനുഷ്യൻ, ഒരിക്കൽ പോലും മറ്റൊന്നിനെ ആശ്രയിക്കാത്ത മനുഷ്യൻ, കയ്യിൽ ATM കാർഡുണ്ട്, ബാങ്കിൽ നിറയെ പണവുമുണ്ട്, ഇഷ്ടം പോലെ ഭക്ഷണമുണ്ട്, കഴിക്കുവാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളുമുണ്ട്. ഒരു സുപ്രഭാതത്തിലാണ് അവന്റെ പ്രതീക്ഷകളെല്ലാം നശിപ്പിച്ചുകൊണ്ട്, പണ്ട് കവി പാടിയതുപോലെ, താമരയ്ക്കുള്ളിൽ വണ്ട് സ്വപ്നം കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഒരാന വന്ന് ആ താമരപ്പൂവിനെ പിഴുതെറിഞ്ഞ് അതിന്റെ കാൽക്കീഴിലിട്ട് ചവിട്ടി മെതിച്ചു എന്ന് പറയുന്നത് പോലെ, സ്വപ്നം കണ്ടിരുന്നപ്പോഴാണ് പ്രകൃതിയുടെ ഒരു മഹാദുരന്തം, ജലപ്രളയമായിട്ട് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ATM ഉണ്ടെങ്കിൽ പോലും കാശെടുക്കാൻ നിവൃത്തിയില്ല,
ഭക്ഷണം ഉണ്ടെങ്കിൽ പോലും പാകം ചെയ്യുവാൻ നിവർത്തിയില്ല. വെള്ളമുണ്ടെങ്കിൽ പോലും തുള്ളി വെള്ളം കുടിക്കുവാനുള്ള അവസരമില്ല. വിശപ്പ് കൊണ്ട് പൊറുതിമുട്ടി തമ്പുരാന്റെ സന്നിധിയിലേക്ക് കൈ ഉയർത്തി ആരെങ്കിലും വരുന്നുണ്ടോ, ഒരു ഭക്ഷണപ്പൊതിയെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് നിർനിമേഷനായി ആകാംക്ഷയോടുകൂടി പ്രാർത്ഥനാപൂർവ്വം പട്ടുപ്പാവിൽ കയറി നിന്ന് ഈ കൈ ഉയർത്തിക്കൊണ്ട് നിൽക്കുന്ന മനുഷ്യന്റെ നിസ്സഹായമായ ചിത്രം നമ്മളന്ന് കണ്ടതാണ്. അപ്പോൾ എത്ര ബലമുള്ള മനുഷ്യനാണെങ്കിലും അത് നിരർത്ഥകമാണ്. മഹാഭാരതത്തിന്റെ അവസാനത്തിൽ വ്യാസൻ പറയുന്നതായ ഒരു ഭാഗമുണ്ട്. മഹാഭാരതം അവസാനിക്കുന്നിടത്ത് പറയുന്നു, ദൈവമേവ ബലം മന്യേ പൗരുഷം ഹി നിരർത്ഥകം. ദൈവമേവ ബലം മന്യേ, ദൈവമേവം ബലം, ദൈവമേവ ബലം എന്ന് പറയുമ്പോൾ ദൈവം മാത്രമാണ് ബലമായിട്ടുള്ളത്. പിന്നീടോ പൗരുഷം ഹി നിരർത്ഥകം. നമ്മൾ പൗരുഷമുണ്ട്, എനിക്കെല്ലാം ഉണ്ട് എന്ന് ധരിക്കുന്നത് നിരർത്ഥകമാണ് എന്ന് പറയുന്ന മഹാഭാരതത്തിന്റെ ഭാഗത്ത് വളരെ ശ്രദ്ധേയമായ ഒരു ശ്ലോകത്തിലൂടെയാണ് വ്യാസൻ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ച് ഈ ഭക്ഷണത്തിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി കൈ ഉയർത്തുന്ന മനുഷ്യൻ, അവിടെ കുഞ്ഞുങ്ങളെല്ലാം ഭക്ഷണത്തിന് വേണ്ടി നിരനിരയായിട്ട് നിന്നപ്പോൾ പട്ടാളക്കാർ ഭക്ഷണം കൊടുക്കുകയാണ്. ഭക്ഷണം കൊടുത്തു കഴിഞ്ഞപ്പോൾ 2 കുട്ടികൾ അവശേഷിക്കുന്നു, ഒരു പൊതി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ പട്ടാളക്കാരൻ ആർക്ക് കൊടുക്കും എന്നുള്ള ചിന്തയിൽ നിന്ന് കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി വന്നിട്ട് പറയുകയാണ്, സാറേ ഈ ഭക്ഷണപ്പൊതി ഇവന് കൊടുത്തേക്കൂ, എൻ്റെ പിന്നിൽ നിൽക്കുന്നവന് കൊടുത്തേക്കൂ. കാരണം എന്താണ് എന്ന പട്ടാളക്കാരൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ തെരുവിൻ്റെ സന്തതിയാണ്, ഞാൻ തെരുവിൽ ജനിച്ചവനാണ്, എനിക്ക് പട്ടിണി എന്ന് പറയുന്നത് പുത്തരിയല്ല, ഞാൻ പട്ടിണി അനുഭവിച്ചു വളർന്നവനാണ്. ഞാൻ ഇന്നലെയും ഇവന്റെ കരച്ചിൽ കേട്ടു. ഇവൻ ധനികനായ ഒരു മനുഷ്യന്റെ മകനാണ്, ഇവന് വിശപ്പ് സഹിക്കുവാൻ സാധ്യമല്ല. ഞാൻ തെരുവിന്റെ സന്തതിയായതുകൊണ്ട്, പട്ടിണി എൻ്റെ കൂടപ്പുറപ്പായതുകൊണ്ട് എനിക്ക് ഭക്ഷണം കിട്ടിയില്ലേലും ഞാൻ കുറച്ച് ദിവസം കൂടി ജീവിക്കും. പക്ഷെ ഇവൻ ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ല. ഇവൻ പാവമാണ് സാറേ. ഇവൻ ഈ ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞപ്പോൾ എന്നാണ് പറയുന്നത്. മനുഷ്യത്വം നമുക്ക് അവിടെ ദർശിക്കുവാൻ സാധിക്കും. തെരുവിന്റെ സന്തതിയിലാണ് മനുഷ്യത്വം ദർശിക്കുന്നത്. നമ്മൾ ഓർക്കണം, എത്രയോ ധനാഢ്യന്മാരും കഴിവുള്ളവരുമായ മനുഷ്യര് മനുഷ്യത്വമില്ലാതെ പോകുമ്പോൾ ഈ തെരുവിന്റെ സന്തതിയിൽ മനുഷ്യത്വം നമുക്ക് കാണുന്നില്ലേ, സാധിക്കുന്നില്ലേ? അപ്പോൾ ഓർക്കുക, ഈ പൗരുഷം എന്നൊക്കെ പറയുന്നത്, ധനത്തിന്റെ ആധിക്യം എന്നൊക്കെ പറയുന്നത്, ആരോഗ്യം എന്നൊക്കെ പറയുന്നത്, ഇതൊക്കെ വെറും നിരർത്ഥകമാണ്. നിരർത്ഥകമല്ലാത്തത് എന്താണ്? ദൈവമാണ് എൻ്റെ ബലം എന്നുള്ള ഒരു ചിന്തയാണ് നമുക്കെപ്പോഴും വേണ്ടത്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്ന് പറയുന്നത് ദൈവമാണ്. ദൈവത്തെ വിശ്വസിച്ച്, ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് മുമ്പോട്ട് നീങ്ങുമ്പോഴാണ് ആ പ്രാർത്ഥനയ്ക്ക് അർത്ഥമുണ്ടാകുന്നത്. ഞാൻ ഒരിക്കൽ പോണ്ടിച്ചേരി മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നതായ സന്ദർഭത്തിൽ അവിടെ ഡോക്ടർ സക്കറിയ മാണി സാർ അവിടെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒരു ഒരു സംഭവം പറയുകയുണ്ടായി. നമ്മുടെ മനോരമയിലെ മാത്തുക്കുട്ടിച്ചായൻ്റെ സഹോദരൻ മാമൻ മാപ്പിള, ഇപ്പോഴത്തെ MRF ടയറിൻ്റെ ഒക്കെ മേധാവിയായിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞതായ ഒരു കാര്യം ഞങ്ങൾ ഷെയർ ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം സ്വീകരിച്ചിരുത്തി പറഞ്ഞതായ ഒരു കാര്യം ശ്രദ്ധേയമാണ്. ഞങ്ങളുടെ അമ്മ, ഞങ്ങൾ 8 മക്കളാണെന്നാണ് എൻ്റെ ഓർമ്മ, അവരെ എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് പ്രാർത്ഥിക്കും. അമ്മ പ്രാർത്ഥിച്ചു തരുന്ന ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എന്താ പ്രാർത്ഥന എന്നറിയാമോ? അമ്മ പ്രാർത്ഥിക്കുന്നു, തമ്പുരാനെ ഞങ്ങൾക്ക് കഞ്ഞിക്ക് മുട്ടുണ്ടാകരുതേ, 2 ഞങ്ങൾക്ക് വകതിരിവുണ്ടാകണമേ. ഈ 2 പ്രാർത്ഥന ആ അമ്മ ചൊല്ലിക്കൊടുത്ത വലിയ പാഠമാണ്. ഇന്നും അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം പറഞ്ഞതായ കാര്യങ്ങൾ ഇന്നും മനസ്സിലിങ്ങനെ നിൽക്കുകയാണ്. ഒന്ന്, കഞ്ഞിക്ക് മുട്ടുണ്ടാകരുതേ. വേറൊരു ഭക്ഷണവും മറ്റൊരു കാര്യങ്ങളും ഒരു സുഭിക്ഷതയുടെ കാര്യമല്ല. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് തരണമേ എന്ന തമ്പുരാന്റെ പ്രാർത്ഥനയുടെ ഒരു ചെറിയ ഭാവമാണ് കഞ്ഞിക്ക് മുട്ടുണ്ടാകരുത് എന്ന്. 2, ഞങ്ങൾക്ക് വകതിരിവുണ്ടാകണം. വകതിരില്ലാത്ത മനുഷ്യൻ എന്താ? മുരിക്കിൻ പൂ പോലെ, ഗന്ധമില്ലാത്ത മുരിക്കിൻ പൂ പോലെയുള്ളവരാണ് വകതിരിവില്ലാത്ത മനുഷ്യൻ. അപ്പോൾ ഞങ്ങൾക്ക് വകതിരിവ് തരണമേ, ഞങ്ങൾക്ക് കഞ്ഞിക്ക് മുട്ടുണ്ടാകരുതേ എന്ന് പ്രാർത്ഥിച്ച ആ അമ്മയുടെ മക്കളാരും മോശപ്പെട്ടു വന്നില്ല. നമുക്ക് നമ്മുടെ അമ്മച്ചിമാരും അപ്പച്ചന്മാരും പഴയ കാലങ്ങളിലിരുന്ന് ഈ പ്രാർത്ഥനകളൊക്കെ ചൊല്ലിത്തരുമ്പോൾ മനുഷ്യത്വം എന്നുള്ള ഒരു സംഭവം നമ്മുടെ കൈകളിലുണ്ടായിരുന്നു. സ്വാർത്ഥത നമ്മുടെ ഭാഗത്തെങ്ങും ഇല്ലായിരുന്നു. അപ്പോൾ ഓർക്കണം, നമ്മുടെ ജീവിതം കുമാരനാശാൻ പറയുന്നത് പോലെ അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അവരെ വിവേകികൾ എന്ന് കവി പാടിയിട്ടുണ്ട്. അന്യജീവൻ ഉതകി സ്വജീവൻ ധന്യമാക്കും അവരെ വിവേകികൾ എന്നാണ് കവി പറഞ്ഞത്. നമ്മുടെ ജീവൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണം. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരന് സുഖത്തിനായി വരേണം എന്ന്
ശ്രീനാരായണ ഗുരു പോലും ഒരിക്കൽ പാടിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ഇതാണ്: എങ്ങനെയാണ് മനസ്സമാധാനം കൈവരിക്കാൻ പോവുക? ഞാൻ ആ 10 പ്രമാണങ്ങൾ നിങ്ങൾക്ക് തരികയാണ്. 10 പ്രമാണങ്ങൾ എന്നുള്ള രീതിയിൽ തരികയാണ്. ഒന്ന്, നിങ്ങൾക്കറിയാമോ, നമുക്ക് വില കൂടിയ വാച്ചുകൾ പലരും കെട്ടുന്നുണ്ട്. വില കൂടിയ വാച്ച് കെട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സമയത്തെ നമുക്ക് തിരിച്ച് എടുക്കുവാൻ സാധിക്കുമോ? വില കൂടിയ കോടിക്കണക്കിന് രൂപയുടെ അല്ലെങ്കിൽ ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ രൂപയുടെ വാച്ച് കെട്ടിക്കഴിഞ്ഞാലും, നിസാര വാച്ച് കെട്ടിക്കഴിഞ്ഞാലും സമയം എല്ലാവർക്കും തുല്യമായിരിക്കും. നഷ്ടപ്പെട്ടു പോയ സമയത്തെ വില കൂടിയ വാച്ച് കൊണ്ട് നേടുവാൻ സാധിക്കുകയില്ല. നമുക്ക് വില കൂടിയ കിടക്കുകളൊക്കെ വാങ്ങിക്കുവാൻ സാധിക്കും. പക്ഷേ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥമായ ഉറക്കം കിട്ടുമോ? ഉറക്കം കിട്ടുകയില്ല. പലപ്പോഴും വലിയ വില കൊടുത്ത് വിവാഹ മോതിരങ്ങൾ നമ്മൾ വാങ്ങിച്ചു കൂട്ടും. പക്ഷേ ദാമ്പത്യ ജീവിതം, സുഖകരമായ ദാമ്പത്യ ജീവിതം അതുകൊണ്ട് കിട്ടണമെന്നില്ല. നമുക്ക് കൊട്ടാര സദൃശ്യമായ വീടുകൾ നമുക്ക് പണിയുവാൻ സാധിക്കും. പക്ഷെ ഒരു കാര്യം ഓർക്കണം, അതുകൊണ്ടത് ഭവനമായി മാറണമെന്നില്ല. നമുക്ക് വില കൂടിയ ഭക്ഷണം നമുക്ക് വാങ്ങിക്കുവാൻ പറ്റും. പക്ഷെ പൈസ കൊടുത്താൽ വിശപ്പ് വാങ്ങിക്കുവാൻ പറ്റുകയില്ല. നമുക്ക് എത്ര വില കൊടുത്തും മരുന്നുകൾ ചിലപ്പോൾ വാങ്ങിക്കാൻ സാധിക്കും. പക്ഷേ പൈസ കൊടുത്താൽ ആരോഗ്യം കിട്ടണമെന്നില്ല. അപ്പോൾ പൈസ അല്ലെങ്കിൽ ധനം കൊണ്ട് നേടാവുന്ന ഒരു പരിധിയുണ്ട്. ആ പരിധിക്ക് ഇപ്പുറമുള്ളത് എന്താണ്? അത് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ, അത് നിറയ്ക്കണമെങ്കിൽ ആർക്കേ സാധിക്കുകയുള്ളൂ? ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന പലതുമുണ്ട്. എനിക്ക് ഇതുകൊണ്ടൊക്കെ സമ്പന്നനാകാൻ സാധിക്കും, ഇതുകൊണ്ടൊക്കെ നേടാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ അത് വെറും നിരർത്ഥകമാണ്. എനിക്ക് നേടുവാൻ സാധിക്കുന്നത് എൻ്റെ കർത്താവ് എൻ്റെ കൂടെ എപ്പോൾ വരെയുണ്ടോ അതുവരെ ഞാൻ ശക്തനായിരിക്കും. അതാണ് ഒരു മനുഷ്യന്റെ ശക്തി എന്ന് പറയുന്നത്. അവനിൽ ധർമ്മം നിലനിൽക്കുന്നിടത്തോളം കാലമാണ്, അവനിൽ ധാർമ്മികതയുള്ളിടത്തോളം കാലം അവൻ ശക്തനായിരിക്കും. വേറൊന്നും വേണ്ട. ധാർമ്മികത എന്ന് മനുഷ്യനിൽ നിന്ന് നശിക്കുന്നുവോ അന്ന് അവൻ അശക്തനായി തീരും. നേരായ പ്രവർത്തികൾ വേണം. നേരായ പ്രവർത്തികൾ എന്ന് നഷ്ടപ്പെടുന്നുവോ അന്ന് അവൻ അശക്തനായി തീരും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ സമ്പാദിക്കുന്നതും നമ്മൾ കൊടുക്കുന്നതും നമ്മൾ കൈകാര്യം ചെയ്യുന്നതും ദൈവത്തിന് നിരക്കുന്നതാണോ? വലിയ ഫിലോസഫിയോ തിയോളജിയോ ഒന്നും എനിക്ക് നിങ്ങളോട് പറയുവാനില്ല, എനിക്കതിനുള്ള പ്രാപ്തിയുമില്ല. പക്ഷേ കാരണവന്മാർ പറഞ്ഞു തന്നതായ ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം എന്താണ്? തമ്പുരാന് നിരക്കാത്തത് ഒന്നും ചെയ്യരുത്. തമ്പുരാന് നിരക്കാത്തത് ഒന്നും ചെയ്യരുത്. നിന്റെ മനസ്സുകൊണ്ട് പറയുകയോ കർമ്മം കൊണ്ട് അത് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ചിന്തയിൽ പോലും നിനക്ക് ഉണ്ടാകരുത്. തമ്പുരാന് നിരക്കാത്തതൊന്നും ചിന്തിക്കുകയോ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത്. അങ്ങനെ പ്രവർത്തിക്കുകയോ പറയുകയോ ചെയ്യാതിരിക്കുന്ന സാഹചര്യത്തിൽ, ചിന്തിക്കുക പോലുമില്ലാത്ത സാഹചര്യത്തിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. നമ്മുടെ കർമ്മപഥങ്ങളിൽ എപ്പോഴും ധാർമ്മികത നിലനിൽക്കണം. ധർമ്മം എപ്പോഴാണോ നഷ്ടപ്പെടുന്നത് അപ്പോൾ ഇത് അശക്തമായി തീരും. ധർ എന്ന പദത്തിൽ നിന്നാണ് ധര എന്നുണ്ടായത്, റൂട്ടിൽ നിന്നുമാണ്. ധര എന്ന് പറഞ്ഞാൽ എന്താ? താങ്ങി നിർത്തുന്നത് എന്നുള്ളതാണ്. താങ്ങി നിർത്തുന്ന ധർമ്മമാണ് താങ്ങി നിർത്തുന്നത്. എപ്പോൾ അധർമ്മം ഉണ്ടാകുന്നോ അപ്പോൾ ഈ ഭൂമിക്ക് അപച്യുതി ഉണ്ടാകും, മനുഷ്യ സമൂഹത്തിന് കഷ്ടപ്പാടുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ ജീവന് ഭീഷണി ഉണ്ടാകും. അപ്പോൾ ധാർമ്മികമായ ജീവിതം നയിക്കുവാൻ, സത്യസന്ധമായ ജീവിതം നയിക്കുവാൻ, പ്രാർത്ഥനാ നിർഭരമായ ജീവിതം നയിക്കുവാൻ നമ്മളെല്ലാവരും തയ്യാറാവുമ്പോൾ മനസ്സിലേക്ക് സമാധാനം കടന്നു വരും. എപ്പോഴാണോ കുരിഷ്ട്, കുന്നായ്മ, അരുതാത്തതായ ചിന്തകൾ, അരുതാത്തതായ പ്രവർത്തികൾ, പാരവെപ്പ്, മറ്റെല്ലാ കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെ ജീവിതം താറുമാറായി പോയിക്കൊണ്ടിരിക്കുന്നു. സത്യസന്ധമായ പെരുമാറ്റവും സത്യസന്ധമായ ജീവിതവും നമ്മൾ നയിക്കുന്നിടത്തോളം കാലം നമുക്ക് എപ്പോഴും ജീവിതം ശാശ്വതമാകും. അതുകൊണ്ടാണ് ഇതിന്റെ നേതൃത്വം നൽകുന്നവനെ എന്തെന്നാ വിളിക്കുന്നത്? ഡെവിൾ എന്നാണ് പറയുന്നത്. ഡെവിൾ എന്ന പദത്തിനകത്ത് ഒരു ഈവിളുണ്ട്, ഇല്ലേ? ഡെവിൾ എന്ന പദത്തിനകത്ത് എന്താ? ഡി കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്? ഈവിളാണ്. അപ്പോൾ തിന്മ ചെയ്യുന്നവൻ ആരായിട്ട് മാറും? ഡെവിളായിട്ട് മാറും. ഈവിൾ, തിന്മകൾ ചെയ്യുന്നവൻ, അരുതാത്തത് ചെയ്യുന്നവൻ ആരായിട്ട് മാറും? ഡെവിളായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇതിൽ നിന്നുമെല്ലാം നമ്മൾ മാറി നിൽക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ സന്തുഷ്ടിയിലേക്ക് 10 പ്രമാണങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ദൈവം തമ്പുരാൻ കൊടുത്തതായ 10 പ്രമാണങ്ങളുണ്ട്. ആ 10 പ്രമാണങ്ങൾ നമുക്ക് ഏവർക്കും അറിയാം. കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ മലമേൽ നിന്ന് നൽകിയതായ, ജനത്തിന് നൽകിയതായ പ്രമാണങ്ങളുണ്ട്. അതും നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്.
വേദപുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ ആ ഗിരിപ്രഭാഷണത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ ചെറിയ 10 ചിന്തകൾ മാത്രം നൽകാൻ ഈ അവസരം ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ ചിന്ത, നമ്മുടെ ജീവിതം സന്തോഷകരമാക്കുവാൻ ചെയ്യേണ്ടത് എന്താണ്? ഒന്ന്, ആരോടും വിദ്വേഷം വരുത്. ചെറിയ ചിന്തകളാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. കടിച്ചാൽ പൊട്ടാത്ത ചിന്തകളോ കഴിച്ചാൽ ദഹിക്കാത്ത ചിന്തകളോ ഒന്നും ഞാൻ നിങ്ങൾക്ക് തരുന്നില്ല. മനസ്സിൽ ഓർത്തിരിക്കുവാൻ സാധിക്കുന്ന ചെറിയ ചിന്തകൾ. ഈ സന്നിധിയിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സമാധാനം കിട്ടുവാൻ, നമ്മുടെ ജീവിതത്തിൽ സമാധാനം കിട്ടുവാൻ നാം എന്ത് ചെയ്യണം? ഒന്ന്, ആരോടും വിദ്വേഷം വരുത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങളുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. കൊല ചെയ്യരുത് എന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരുളിച്ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക. പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കാം. നിന്റെ പ്രതിയോഗിയോടുകൂടെ വഴിയിൽ ഉള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക. അല്ല, ഞാൻ പ്രതിയോഗി നിന്നെ ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും. ഒടുവിലത്തെ കാശ് പോലും കൊടുത്തു തീരുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 21 മുതൽ ഉള്ള വാക്യങ്ങളാണ് നമ്മൾ കേട്ടത്. 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, കൊല ചെയ്യരുത് എന്ന് ആദ്യമേ അവിടെ പറയുകയാണ്. അങ്ങനെ കൊല ചെയ്യുന്നവൻ ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് കോപിക്കരുത്. പിന്നെ അവനോട് മൂഢ എന്ന് പോലും വിളിക്കരുത്. അപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം? സ്വന്തം സഹോദരനോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണം? ഇവിടെ വന്നിരിക്കുന്ന നമ്മിൽ പലരും ഒരുപക്ഷെ നമ്മുടെ സഹോദരന്മാരോട് ശത്രുതയുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ വീട്ടുകാരോട് പ്രയാസമുള്ളവരായിരിക്കാം, കൂട്ടുകാരോട് അയൽവക്കക്കാരോട് ശത്രുതയുള്ളവരായിരിക്കാം. സുവിശേഷം എന്ന് പറയുന്നത് ആദ്യം അറിയിക്കേണ്ടത് അയൽവക്കത്തുള്ളവനോടാണ്. അയൽവക്കത്തുള്ളവനോട് ബന്ധപ്പെടാതെ, അയൽവക്കത്തുള്ളവരോട് സ്നേഹമായിരിക്കാതെ എങ്ങനെയാണ് സുവിശേഷം മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുവാൻ സാധിക്കുക? അപ്പോൾ ഒന്ന് ഓർക്കുക, കൊല ചെയ്യുന്ന മനോഭാവമോ, കൊല ചെയ്യുക എന്ന് പറഞ്ഞാൽ വാക്കിലും ചിന്തയിലും കൊലയുടെ അംശമുണ്ട് എന്നുള്ളതാണ്. ഒരു കൊല അല്ലെങ്കിൽ ഒരാൾ കൊലപാതകം ചെയ്യുമ്പോൾ ആ ഒരൊറ്റ സമയം കൊണ്ട് ചെയ്യുന്ന കൊലപാതകമല്ല, അവൻ്റെ മനസ്സിലേക്ക് ആ വിദ്വേഷം കടന്നു വന്നിട്ട് ഏറെ സമയങ്ങളായിരിക്കാം. അപ്പോൾ വിദ്വേഷം മനസ്സിൽ മുളയ്ക്കുകയും അതിങ്ങനെ താലോലിച്ചതിനെ വളർത്തിക്കൊണ്ടുവരികയും അതൊരു പകയായിട്ട് തീരുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നു അത് വിദ്വേഷം അതിൻ്റെ ഏറ്റവും ഭയാനകമായ രൂപത്തിൽ വിദ്വേഷമായിട്ട് വരികയും അത് കർമ്മത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു മനുഷ്യനെ കൊല ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കുക, അല്ലെങ്കിൽ മൂഢ എന്ന് വിളിക്കുമ്പോൾ ഓർക്കുക, അവൻ ന്യായവിധിക്ക്, ദൈവത്തിന്റെ സന്നിധിയിൽ ന്യായവിധിക്ക് അർഹനാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആദ്യമായിട്ട് നമ്മുടെ മനസ്സിൽ നിന്നും ദൂരീകരിക്കേണ്ടത് വിദ്വേഷം എന്നുള്ള ഭാവമാണ്. വിദ്വേഷം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിന് യാതൊരു സമാധാനവും ഉണ്ടാവുകയില്ല. അപ്പോഴാദ്യമായിട്ട് നമുക്ക് ആരോടെങ്കിലും വിദ്വേഷമുണ്ടെങ്കിൽ, അതാണ് കർത്താവ് പറയുന്നത്, നീ ബലിയർപ്പിക്കുവാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ബലി കൊണ്ടുവരുമ്പോൾ നിന്നോട് ആർക്കെങ്കിലും വിദ്വേഷമുണ്ടെന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ നീ എന്ത് ചെയ്യണം? ആദ്യമേ അവിടെ ചെന്ന് നിരന്നുകൊള്ളണം. അതാണ് യേശുവിന്റെ ഉപദേശത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അവൻ വന്ന് എന്നോടൊന്ന് ക്ഷമ പറയട്ടെ എന്നുള്ള മനോഭാവമല്ല, ഞാൻ ചെന്നവനോട് നീ എന്തുകൊണ്ടാണ് എന്നോട് ദേഷ്യപ്പെട്ടത്? അത് എൻ്റെ കയ്യിൽ നിന്നും വന്ന പ്രവർത്തികൾ അത് നിന്നെ അലോരസപ്പെടുത്തിയോ, നിന്നെ മാനഹാനപ്പെടുത്തിയോ, അല്ലെങ്കിൽ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയോ എന്ന് അങ്ങോട്ട് ചെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും ഒരു വിനയം കൂടി ഉദിച്ചുയരുന്നുണ്ട് എന്നുള്ള ഭാവം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് പറയുവാനുള്ള ആ ഒരു മനസ്ഥിതി വരുമ്പോൾ നമ്മുടെ ഈഗോ എന്ന് പറയുന്ന ഭാവം തന്നെ ഇല്ലാതാക്കുന്നു. അപ്പോഴതുകൊണ്ടാണ് വിദ്വേഷം വരുത്. നീ വഴിപാടർപ്പിക്കാൻ വരുമ്പോഴും ദേവാലയത്തിൽ വരുമ്പോഴും മറ്റ് സന്ദർഭങ്ങളിൽ വരുമ്പോഴും ഒക്കെ നമ്മൾ ഓർക്കുക,
ആരോടും വിദ്വേഷമരുത്. പല കുടുംബങ്ങളിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്, മക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്, ബന്ധുമിത്രാദികൾ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്, അയൽക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്. അവിടെ കർത്താവിൻ്റെ വചനം നമ്മളോട് പറയുന്നു, ആരോടും വിദ്വേഷമരുത്. വിദ്വേഷമില്ലാതെ എനിക്ക് ആരോടും വിദ്വേഷമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കാൻ നേരത്ത് അത് ആവർത്തിച്ച് പറയുമ്പോൾ ശാശ്വതമായിട്ട് സമാധാനമായിട്ട് നമുക്ക് കിടന്നുറങ്ങുവാൻ സാധിക്കും. പലരുടെയും ഉറക്കം നഷ്ടപ്പെട്ട രാത്രികൾ പലതുമുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ഒന്നാമതായിട്ട് ജീവിതം സന്തുഷ്ടമാക്കുവാൻ ചെയ്യേണ്ട ഒന്നാമത്തെ പ്രമാണം, ആരോടും വിദ്വേഷമരുത്. 2, ആകുല ചിന്തകളിൽ നിന്നും മനസ്സിനെ വിമുക്തമാക്കുക. ആകുല ചിന്തകളിൽ നിന്നും മനസ്സിനെ വിമുക്തമാക്കുക. പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ മനസ്സുകൾ എപ്പോഴും അസ്വസ്ഥമാണ്. പലവിധമായ ചിന്തകളാൽ നമ്മുടെ മനസ്സ് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ വളരെ സ്പഷ്ടമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 6-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള ഭാഗങ്ങൾ നിങ്ങളത് എഴുതിയെടുക്കുന്നവർ വീട്ടിൽ പോയി ഇത് വായിക്കുകയും കൂടുതൽ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 25-34 വരെയുള്ള വാക്യങ്ങൾ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്തു തിന്നും എന്തു കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തു ഉടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? മതി. ഇതിന്റെ സാരാംശം ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്തു തിന്നും എന്തു കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടേണ്ട. നാളത്തെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട. അതാണ് ശരീരത്തിനായിക്കൊണ്ടും അല്ലെങ്കിൽ മറ്റ് ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയെക്കുറിച്ചും നിങ്ങളൊന്നും വിചാരപ്പെടേണ്ട. സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ നമ്മൾ ആരെയാണ് ഭയപ്പെടേണ്ടത്? എന്തിനെയാണ് ഭയപ്പെടേണ്ടത്? അതുകൊണ്ട് പലർക്കും ജീവിതത്തിൽ പല കാര്യങ്ങളിലുമൊക്കെ വലിയ പ്രയാസങ്ങളാണ്. നാളെ എന്തായിരിക്കും, അല്ലെങ്കിൽ നാളെക്കുറിച്ച് എങ്ങനെയൊക്കെ ആയിരിക്കും, അതങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെയാകുമോ, അങ്ങനെയുള്ള വിവിധമായ ചിന്തകളെല്ലാം മനസ്സിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ട് ഭാരപ്പെട്ട് മനസ്സുമായിട്ട് നിൽക്കുമ്പോൾ, കർത്താവേ നാളത്തേക്ക് കയ്യിൽ ഒരു പൈസ പോലും ഇല്ല. പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയുടെയൊക്കെ ജീവിതകഥ വായിക്കുമ്പോൾ അറിയാം, അല്ലെങ്കിൽ പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ജീവിതകഥ വായിക്കുമ്പോൾ അറിയാം, നാളെ ഒരു തരി അരി പോലും ഇല്ല എന്ന് പറയുമ്പോൾ ശമാശന്മാരും അതുപോലെ ആശ്രിതരൊക്കെ വന്നിട്ട് പറയും, തിരുമേനി നാളെ ഒന്നുമില്ല, അല്ലെങ്കിൽ അടുത്ത നേരത്തേക്ക് ഭക്ഷണം കഴിക്കുവാൻ പോലും ഒന്നും നമ്മുടെ കയ്യിലില്ല എന്ന് പറയുമ്പോൾ, എന്തിനാണ് കുഞ്ഞുങ്ങളെ നിങ്ങൾ ഭാരപ്പെടുന്നത്? നമ്മുടെ സൃഷ്ടാവായ ദൈവം നമ്മുടെ കൂടെ ഇല്ലേ എന്ന് പറയുന്ന ധൈര്യപ്പെടുത്തുന്ന പിതാക്കന്മാരായിരുന്നു നമ്മുടെ സഭയുടെ മുതൽക്കൂട്ട്. അപ്പോൾ ആ പിതാവ് നമ്മുടെ കൂടെയുണ്ട്. ധൈര്യപ്പെടുത്തുന്നവനായ ആ പിതാവ് കർത്താവ് നമ്മോടുകൂടെയുണ്ട്. നമുക്ക് വേണ്ടത് ദൈവം കൊണ്ടിത്തരും, അല്ലെങ്കിൽ ദൈവം അത് ഒരുക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് അല്പസമയത്തിനുള്ളിൽ അപ്രകാരം സംഭവിച്ചു കണ്ട ചരിത്രവും നമുക്ക് പിന്നിലുണ്ട്. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ടാണ് പറയേണ്ടത്, നിങ്ങൾ നാളെയെക്കുറിച്ച് ഒന്നും ഭാരപ്പെടേണ്ട, നാളെയെക്കുറിച്ചൊന്നും വിചാരപ്പെടുകയും വേണ്ട. എല്ലാ സംഗതികളും ദൈവം നമുക്ക് കരുതിക്കൊള്ളും. അതുകൊണ്ട് പ്രയാസമനുഭവിക്കുന്നവരെ, കഷ്ടപ്പെടുന്നവരെ, ആകുലപ്പെടുന്നവരെ, ഈ ആകുലതയെല്ലാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചു കൊള്ളുക. അവിടുന്ന് വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടുന്നതുപോലെ നമുക്ക് നൽകും. അതുകൊണ്ട് ഒരിക്കലും ആകുല ചിന്തയരുത്. ആകുല ചിന്തകളിൽ നിന്നും മനസ്സിനെ നിങ്ങൾ വിമുക്തമാക്കുക. ഒന്നാമതായിട്ട് ആരോടും വിദ്വേഷം പാടില്ല. 2, ആകുല ചിന്തകളിൽ നിന്നും മനസ്സിനെ വിമുക്തമാക്കുക. 3, ലളിതമായി ജീവിക്കുക. ലളിതമായി ജീവിക്കുക. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. ലളിതമായി ജീവിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. ഇന്ന് നമ്മുടെ ഒക്കെ ജീവിതത്തിന്റെ ശൈലികൾ മാറിപ്പോയിരിക്കുന്നു. നമ്മൾ അനുകരിക്കുകയാണ്. നമ്മുടെ അയൽപക്കത്തുള്ളവർ, നമ്മുടെ സുഹൃത്തുക്കൾക്ക് എന്തുണ്ടോ അതുപോലെ എനിക്കും വേണം എന്നുള്ള ചിന്തയാൽ കടം മേടിച്ചും ലോണെടുത്തും മറ്റ് പല തരത്തിലും ഇതെല്ലാം വാങ്ങിക്കൂട്ടുകയും ആഡംബരത്തിനൊത്ത് ജീവിക്കുകയും ചെയ്യുമ്പോൾ നാളെ നമുക്ക് ഭവിക്കേണ്ടി വരുന്നത് എന്താണ്? കടബാധ്യതയാണ്,
ജീവിതം തന്നെ അവസാനിപ്പിക്കുവാനുള്ള ചിന്ത മനസ്സിലേക്ക് കടന്നു വരും. അതുപോലെ നാളെ മുമ്പോട്ട് പോകുവാൻ വയ്യാത്ത സാഹചര്യം വരും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമുക്കുള്ളത് കൊണ്ട് ലളിതമായി ജീവിക്കണം. നീ എന്തുകൊണ്ടാണ് ആഡംബരമായിട്ട് ജീവിക്കാത്തത് എന്ന് ഒരു മനുഷ്യനും ചോദിക്കുകയില്ല. പക്ഷെ കടം കയറി അവൻ നശിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആളുകൾ പറയും അവൻ്റെ ജീവിതം കുത്തഴിഞ്ഞ ജീവിതമായിരുന്നു, പിടിപാടില്ലാത്ത ജീവിതമായിരുന്നു. അതുകൊണ്ട് മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്, പലരും ദേവാലയത്തിൽ വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു, എൻ്റെ കടത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കണം. എന്താണ് കടത്തിൻ്റെ അവസ്ഥ? അല്ലെങ്കിൽ കടം എന്തുകൊണ്ടാണ് വന്നു ചേർന്നിരിക്കുന്നത്? നമ്മുടെ പ്ലാനിങ്ങിലുള്ള പിഴവാണ്. അപ്പോൾ ഉള്ളതുകൊണ്ട് അതിനെ ക്രമീകരിച്ച് ജീവിക്കുവാനുള്ളതായ ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരെങ്കിലും അപ്രകാരം ഉള്ള പ്രയാസം അനുഭവിക്കുകയാണെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വെച്ച് തീരുമാനമെടുക്കുക. നാളെ മുതൽ എനിക്ക് കിട്ടുന്നത് 5 രൂപയാണെങ്കിൽ പോലും ആ 5 രൂപയിൽ ഒതുങ്ങുന്ന ജീവിതം ഞാൻ നയിക്കും. 500 രൂപയുടെ ജീവിതം ഞാൻ നയിക്കുകയില്ല എന്നുള്ള തീരുമാനമെടുക്കുമ്പോൾ ജീവിതം സന്തുഷ്ടമാകും. അപ്പോൾ കിട്ടുന്ന വരുമാനത്തിനനുസരിച്ച് ജീവിക്കുവാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. യേശു അവനോട്, സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. സ്വർഗത്തിൽ ആ സംഭവം നിങ്ങൾക്കറിയാം. നിങ്ങൾ ഒരു ധനികനായ മനുഷ്യൻ വന്നിട്ട് പറയുകയാണ്, അവന് സൽഗുണപൂർണത്വം ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നീ ഇപ്പോഴുള്ളതെല്ലാം മറ്റുള്ളവർക്ക് കൂടി പങ്കുവയ്ക്കുന്ന ഒരു മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് സൽഗുണപൂർണനാകുവാൻ സാധിക്കുകയുള്ളൂ. എനിക്കുള്ളതെല്ലാം എൻ്റേതാണ് എന്ന് വിചാരിക്കുമ്പോൾ നമുക്കവിടെ സ്വാർത്ഥത വരികയാണ്. ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. നമ്മളെല്ലാവർക്കും വീടുകളിൽ കിണറുകളുണ്ട്. ഓരോരുത്തരും കിണർ കുഴിച്ചിട്ടുണ്ട്. ആ കിണറിൽ എല്ലാവർക്കും പക്ഷെ വെള്ളം ഉണ്ടായേക്കാം. ആ വെള്ളം നമ്മൾ പറയും എൻ്റെ കിണറിലെ വെള്ളം എൻ്റേതാണ്. വേറൊരാൾ പറയാം അദ്ദേഹത്തിൻ്റെ കിണറിലെ വെള്ളം അദ്ദേഹത്തിൻ്റെതാണ്. പക്ഷെ ആത്യന്തികമായി നോക്കിയാൽ ആ കിണറിലെ വെള്ളം നമ്മുടേതാണോ? ആ കിണറിലെ വെള്ളം നമ്മുടേതാണോ? ഒരു കിണറിൽ നിന്നും വെള്ളം ആരെങ്കിലും കോരി കുടിച്ചാൽ അത് തടസ്സപ്പെടുത്തുവാൻ നമുക്ക് അവകാശമില്ല. കാരണം എന്താണ്? അത് ഉറവയാണ്. ആ ഉറവ ഈ മഞ്ഞും മഴയും പർവ്വതത്തിന്റെ മുകളിലേക്ക് വീഴുമ്പോൾ ആ പർവ്വതത്തിന്റെ മാറിലേക്ക് സ്വീകരിക്കുകയും ആ മാറിൽ സ്വീകരിച്ചതായ ആ ജലത്തിന്റെ ആ സമൃദ്ധിയെ ഉറവകളായിട്ട് ആവശ്യക്കാരിലേക്ക് സ്വാർത്ഥത വെടിഞ്ഞ് പർവ്വതം കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് അത് ഉറവകളായിട്ട് രൂപാന്തരപ്പെടുന്നതെന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ പർവ്വതം സ്വന്തമാക്കി വെച്ചിരിക്കുന്നതായ ജലസമൃദ്ധിയെ സ്വാർത്ഥത കൂടാതെ വിടുമ്പോഴാണ് അത് നീരുറവയായിട്ട് അല്ലെങ്കിൽ കിണറിലെ ഉറവയായിട്ട് ജലമായിട്ട് നമുക്ക് ലഭ്യമാകുന്നത്. ക്രിസ്ത്യാനിയുടെ ജീവിതം ഒരു നദി പോലെ സമർത്ഥമായിരിക്കണം. നദിയുടെ ദൗത്യം എന്താണ്? നദിയുടെ ആത്യന്തികമായ ദൗത്യം എന്ന് പറയുന്നത് കടലിൽ ചെന്ന് ചേരുക എന്നുള്ളതാണ്. പക്ഷെ നദി പോകുന്നിട ഭാഗമെല്ലാം എങ്ങനെയായിരിക്കും? അത് ജലസമൃദ്ധിയാൽ ചുറ്റുപാടുമുള്ള ദേശങ്ങളെ നനച്ച് അതിൽ നിന്നും ഫലസമൃദ്ധമായിട്ട് ജനങ്ങൾക്ക് ജീവിക്കത്തക്ക വിധത്തിൽ ഫലഭൂയിഷ്ടമായ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുവാൻ നദി സഹായിക്കുന്നു എന്നുള്ളതാണ്. ക്രിസ്ത്യാനിയുടെ ജീവിതവും ഈ നദിയെപ്പോലെ സമൃദ്ധമായിരിക്കണം. ക്രിസ്ത്യാനി ആത്യന്തികമായി എത്തിച്ചേരേണ്ടത് സ്വർഗരാജ്യത്തിലാണ്. ആ സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ അവൻ ചുറ്റുപാടുമുള്ളതിനെ സമർത്ഥമാക്കിക്കൊണ്ട് വേണം അവന് മുമ്പോട്ട് പോകേണ്ടത്. അതുകൊണ്ട് സ്വാർത്ഥത വെടിഞ്ഞുള്ള ജീവിതം വരുമ്പോൾ ലളിതമായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നാലാമതായിട്ട് അപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞു. വിദ്വേഷമരുത്, ആകുല ചിന്തയിൽ നിന്നും മനസ്സിനെ വിമുക്തമാക്കുക, 3 ലളിതമായി ജീവിക്കുക. സമയ കുറവുള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. 4 മറ്റുള്ളവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത്. മറ്റുള്ളവരിൽ നിന്നും ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. എന്താണ്? പലപ്പോഴും നമുക്ക് പറയുന്നതായ ഒരു സംഗതി, ഈ അസ്വസ്ഥമായ മനസ്സുണ്ടാകുന്നത് പലതിനെയും പ്രതീക്ഷിച്ചു ചെല്ലുമ്പോഴാണ്. ഒരു ഉദാഹരണം പോലും പറഞ്ഞാൽ, പല ആളുകളുടെയും വഴക്കുകൾ തുടങ്ങുന്നത് ഒരു വിവാഹ വിരുന്നിൽ നിന്നാണെന്ന് പോലും പറയുന്നുണ്ട്. വിവാഹ വിരുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, അതിഥികളായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ, ആതിഥേയൻ ഒരു പക്ഷേ നമ്മൾ സ്വന്തക്കാരാണ് എന്നുള്ള കാരണം കൊണ്ട് ഒരുപക്ഷെ മിണ്ടിയില്ല എന്ന് വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ ചിന്ത എന്താണ്? അവൻ അവിടെ കണ്ടിട്ട് ഒരക്ഷരം പോലും എന്നോട് മിണ്ടിയില്ല. പക്ഷേ ഈ ആതിഥേയന്റെ മനസ്സിൽ
ഉണ്ടാകുന്ന ചിന്തകളും ഭാരങ്ങളും എന്തെന്ന് നമ്മൾ ആരും ചിന്തിക്കാറില്ല. നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുകയും അദ്ദേഹം അതുപോലെ നമ്മളോട് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാത്ത കർമ്മം ചെയ്യുക നമ്മുടെ ഉത്തരവാദിത്വമാണ്. കർമ്മഫലം തരുന്നത് ആരാണ്? ഈശ്വരനാണ് എന്നുള്ള ചിന്ത, ദൈവമാണ് എന്നുള്ള ചിന്ത എപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇന്ന് ചെയ്യുന്നത് എന്താണ്? ഒരു നല്ല പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ ഉടനെ പത്രക്കാരെ വിളിച്ചു വരുത്തുകയായി, അല്ലെങ്കിൽ ടി വിക്കാരെ വിളിച്ചു വരുത്തുകയായി. എല്ലാവർക്കും എന്താ പറയുന്നത്? ഈ സംഭവം എല്ലാം എന്താണ്? ഞാനൊരു മഹാ ദാനകർത്താവാണ്, ഞാൻ ദാനം ചെയ്യുന്നവനാണ്, ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നവനാണ് എന്ന സമൂഹത്തെ അറിയിക്കുവാനുള്ള ഒരു വ്യഗ്രത മനസ്സിൽ നിന്നുണ്ട്. പക്ഷെ ഒന്ന് ഓർക്കുക, ദൈവത്തിന്റെ നാമത്തിൽ ചെയ്യുമ്പോൾ വലങ്കൈ ചെയ്യുന്നത് ഇടങ്കൈ അറിയരുത് എന്നുള്ള ഒരു പ്രമാണം നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിന് ഒരവസരത്തിലും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒന്നും ചെയ്യരുത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ടും നിങ്ങൾ പ്രമാണിക്കണം. അതുപോലെ അഞ്ചാമത്തെ കാര്യം, ആവോളം മറ്റുള്ളവർക്ക് ദാനം ചെയ്യണം. ആവോളം മറ്റുള്ളവർക്ക് ദാനം ചെയ്യണം. ഞാൻ പ്രിയ സഹോദരങ്ങളെ നിങ്ങളോട് ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. പഴയ കാലത്ത് നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ വിവാഹമോ മറ്റ് അടിയന്തരങ്ങളോ നടക്കുന്നതായ സന്ദർഭത്തിൽ ഭക്ഷണം നമ്മൾ വെച്ചൊരുക്കുകയാണ്. വെച്ചൊരുക്കിയത് ബാക്കി വരുന്നതായ സാഹചര്യത്തിൽ ആ ബാക്കി വരുന്ന ഭക്ഷണ സാധനങ്ങളെല്ലാം എന്ത് ചെയ്യും? അയൽപക്കത്ത് കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കുന്ന ഒരു രീതി പഴയ കാലത്തുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അത് കാണുവാൻ സാധ്യമല്ല. കാരണം എന്താ? ഇന്ന് കാറ്ററിംഗ് സർവീസുകാരാണ് ഇതെല്ലാം ചെയ്യുന്നതെങ്കിൽ പോലും ബാലൻസ് വന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യും? സ്വന്തം ഫ്രിഡ്ജിൽ കൊള്ളുകയില്ല എങ്കിൽ 2 ദിവസത്തേക്ക് വേറെ ഫ്രിഡ്ജ് വാടകയ്ക്ക് എടുത്തിട്ടാണെങ്കിലും അത്രയും സാധനങ്ങൾ മുഴുവൻ അതിനകത്ത് കുത്തി നിറച്ചു വെക്കും. ആർക്കും കൊടുക്കുവാനുള്ള ഒരു മനസ്ഥിതി നമ്മുടെ പലർക്കും ഇല്ല എന്നുള്ളതാണ്. പഴയ കാലത്ത് അങ്ങനെയല്ല. അത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇത് പകർന്ന് മറ്റുള്ളവർക്ക് കൊണ്ടിക്കൊടുത്ത് അവരുടെ സന്തോഷം നമ്മുടെ സന്തോഷം. അതുകൊണ്ടാണ് ആ പഴയ സാഹചര്യങ്ങളെല്ലാം മാറിപ്പോയി. നമ്മളെന്തായിരുന്നു പഴയ സാഹചര്യം പറയുമ്പോൾ? പഴയ കാലത്ത് വീടുകൾക്കെല്ലാം എന്താ പറയുന്നത്? തറവാടുകളാണ്. ഇതിന്റെ എല്ലാം വാതിലുകൾ തുറന്നു കിടക്കും. ഈ വാതിൽ എന്ന പദത്തിന്റെ ഒരു വിശാലമായ അർത്ഥം എന്താണെന്നറിയാമോ? വാ ഇതിലേ എന്നുള്ളതാണ്. വാതിൽ എന്ന് പറയുമ്പോൾ വാ ഇതിലേ. അപ്പോൾ ഇത് തുറന്നിട്ടിരിക്കുമ്പോൾ നിനക്ക് സ്വാഗതമുണ്ട്, നിനക്കിതിലെ വരാം എന്നുള്ള രീതിയിൽ വളരെ വിശാല മനസ്ഥിതിയോടുകൂടി അതിനെ തുറന്നിട്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് വീടുകളുടെ വാതിലുകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ കള്ളന്മാരെ ഭയന്നാകാം. പക്ഷെ ഒരു കാര്യം ഓർക്കണം, നമുക്ക് സ്വാർത്ഥതയുടെ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പഴയ കാലത്ത്, വീണ്ടും ഞാൻ പഴയ കാലങ്ങളിലേക്ക് പോവുകയാണ്, കപ്പയും പച്ചമുളക് ചമ്മന്തിയും കൂട്ടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നടവരമ്പിലൂടെ ഒരാൾ നടന്നു വരുന്നത് കാണുമ്പോൾ അമ്മ പറയും. അപ്പോൾ കുഞ്ഞുങ്ങളെങ്ങനെയാണ് കഴിക്കുന്നത്? ഒരു കൊട്ടയ്ക്കകത്തായിരിക്കും, ഈ ഈറ്റക്കൊട്ടയ്ക്കകത്തൊക്കെ ആയിരിക്കും ഒരു പക്ഷേ, പാത്രങ്ങളൊന്നും അന്നില്ലല്ലോ കാര്യമായിട്ട്. അതിൽ ഒന്നിച്ചായിരിക്കും എല്ലാവരും കപ്പ വട്ടം കഷ്ണിച്ച് പുഴുങ്ങിയ കപ്പ കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാ വേറൊരാൾ വരുമ്പോൾ അമ്മ പറയും, അതാ അതിലെ ഒരാൾ വരുന്നുണ്ടല്ലോ മക്കളെ എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? കുഞ്ഞുങ്ങൾ ഈ മുളക് ചമ്മന്തി പറ്റാത്ത കപ്പ എടുത്ത് മാറ്റി വെക്കും. ആർക്ക് വേണ്ടിയിട്ടാ? വരുന്ന അതിഥിക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ആ കാലങ്ങളെല്ലാം മാറി. ഇന്ന് പിള്ളേര് എന്തൊക്കെയാ കഴിക്കുന്നത്? കപ്പയൊന്നും അവർക്കറിയുമോ എന്ന് എനിക്കറിയില്ല. ന്യൂഡിൽസും മറ്റു മാഗിയും മറ്റു കാര്യങ്ങളെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അമ്മമാര് പറയുകയാണ്, മക്കളെ ആരോ ഒരാൾ വരുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? ഇതും എടുത്തുകൊണ്ട് പെരക്കകത്തേക്ക് ഓടും. കാരണം സാഹചര്യം മാറിപ്പോയി. അന്ന് മക്കളെ ആരോ വരുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പങ്ക് അവർക്ക് കൂടി മാറ്റിവെക്കണം എന്നുള്ളൊരു ചിന്ത, ഒരു ധ്വനി ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പറയുമ്പോൾ മക്കളെ ആരോ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ മക്കളെ വില കൊടുത്ത് വാങ്ങിച്ചതാണ്, അത് വേറെ ആർക്കും കൊടുക്കേണ്ട, അത് നിങ്ങൾക്കാണ്, നിങ്ങൾ എഴുന്നേറ്റ് പോയിക്കൊള്ളുക എന്നുള്ള സന്ദേശമായിരിക്കാം കുഞ്ഞുങ്ങൾക്ക് ഒരുപക്ഷെ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? കുഞ്ഞുങ്ങൾ അത് എടുത്തുകൊണ്ട് ഓടുകയും ചെയ്യുന്നു. അപ്പോൾ കാലഘട്ടത്തിന്റെ ആ ഒരു വളർച്ചയുടെ വൈരുദ്ധ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് വാതിൽ എന്ന് പറയുന്ന ആ മഹത്തായ സങ്കല്പം മാറിയിരിക്കുന്നു. ഇപ്പോഴെന്താ? മതിലുകളാണ്. എവിടെയും റോബർട്ട് ഫ്രോസ്റ്റിന്റെ മെൻഡിങ് വാൾ എന്ന് പറയുന്നതായ ആ കവിതയിലൊക്കെ ഈ മതിലുകൾ കെട്ടി മനുഷ്യൻ തിരിച്ചിരിക്കുകയാണ്. ഒരു മനുഷ്യന് വേറൊരു മനുഷ്യനുമായിട്ടുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്നൊരു ബന്ധവും വേണ്ട. കാരണം എന്താ? മതി ഇതിലെ എന്നുള്ളതാണ് മതിൽ എന്നുള്ള ഇത് അർത്ഥം തന്നെ. അപ്പോൾ നിന്റെ
വരവും നിന്റെ സമ്പർക്കവും നിന്റെ സാമീപ്യവും ഒക്കെ എവിടം വരെ മതി, നമുക്ക് ഇവിടം വരെ മതി എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ മതിലുകൾ കെട്ടിത്തിരിച്ചിരിക്കുന്നു. മതിലുകൾ സ്വാർത്ഥതയാണ്. അഭിവന്ദനായ ഒസ്താത്യോസ് തിരുമേനിയുടെ പ്രസംഗത്തിൽ പറയുന്നത് പോലെ മതിലുകൾ സ്വാർത്ഥതയാണ്. എല്ലാവരും സ്വാർത്ഥത നിറഞ്ഞിരിക്കുന്നു. ആ സ്വാർത്ഥതയുടെ മതിലുകൾ പൊളിച്ച് നീക്കിക്കളഞ്ഞ് ആവോളം മറ്റുള്ളവർക്ക് ദാനം ചെയ്യുവാനുള്ള വാതിലുകൾ തുറന്നിടുമ്പോൾ നമുക്ക് മനസ്സമാധാനം കൈവരും. അപ്പോൾ ജീവിതം സന്തുഷ്ടമാക്കുവാൻ അഞ്ചാമത്തെ കാര്യം എന്താണ്? വാതിലുകൾ തുറന്നിട്ട് മറ്റുള്ളവർക്ക് ആവോളം കഴിയുന്ന വിധത്തിൽ ദാനം ചെയ്യുക. 6, ജീവിതത്തെ സ്നേഹം കൊണ്ട് നിറയ്ക്കണം. ജീവിതത്തെ സ്നേഹം കൊണ്ട് നിറയ്ക്കണം. 6ാമത്തെ പ്രമാണമാണ് ജീവിതത്തെ സ്നേഹം കൊണ്ട് നിറയ്ക്കണം. ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എവിടെയും സ്നേഹരാഹിത്യപരമായ ഒരു സമീപനം കാണാം. ആർക്കും ആരോടും ഒരു കടപ്പാടുകളൊന്നുമില്ല. ആർക്കും ആരോടും ഒന്നും തുറന്നു പറയുവാൻ പോലുമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വന്യനായ അച്ഛൻ പ്രസംഗിക്കുന്നത് കേട്ടു. അച്ഛൻ ഭവന സന്ദർശനത്തിന് ചെന്നപ്പോൾ അവിടുത്തെ ആ വീട്ടിലെ പയ്യൻ കുറെ ദിവസങ്ങളായിട്ട് പള്ളിയിൽ വരാറില്ല. അപ്പോൾ ആ വീട്ടിലെ അപ്പച്ചനോട് പറഞ്ഞു, എന്താ ചേട്ടാ ഈ കുറെ ദിവസങ്ങളായല്ലോ, ഞായറാഴ്ചകളായല്ലോ മോൻ പള്ളിയിൽ വരാത്തത്, അവൻ എവിടെയാ എന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ തന്നെ അപ്പൻ ഫോൺ എടുത്ത് നമ്പർ കുത്തിയിട്ട് എന്ത് ചെയ്തു? ഫോൺ വിളിക്കുകയാണ്. എടാ മോനെ, നീ വേഗം ഇങ്ങോട്ട് വാ, അച്ഛൻ താഴെ വന്നിട്ടുണ്ട്, അച്ഛൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. മോൻ എവിടെയാ? ആ വീടിന്റെ 2ാമത്തെ നിലയിൽ മുറിക്കകത്താണ്. അപ്പോൾ അത്രമാത്രം മക്കളെ ഇങ്ങോട്ട് വാ എന്ന് പറയുവാൻ പോലുമുള്ള ഒരടുപ്പമില്ലാത്ത സാഹചര്യത്തിലേക്ക് പോയി. എല്ലാം മൊബൈലാണ്, എല്ലാ സംഭവങ്ങളും അങ്ങനെയാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനോട് ഒന്നും സംസാരിക്കാൻ സമയമില്ല, ഭാര്യയോട് ഭർത്താവിന് സംസാരിക്കാൻ നേരമില്ല, കുഞ്ഞുങ്ങളെ അടുത്തിരുത്തി സംസാരിക്കുവാനുള്ള നേരമില്ല, സായാഹ്നങ്ങളിൽ ബന്ധുവീടുകളിൽ പോകുവാനുള്ള സമയം നമുക്കില്ല. അപ്പോൾ നമ്മുടെ പ്രയാസം ആരോടാണ് നമ്മളൊന്ന് ഇറക്കി വെക്കുക? ആന്റൺ ചെക്കോവിന്റെ ഒരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രം അദ്ദേഹത്തിന്റെ കഥയിൽ കുതിരയോട് സംസാരിക്കുകയാണ്. കുതിരയോട് 30 വർഷമായിട്ട് ജീവിക്കുന്ന ആ മനുഷ്യൻ ആരോട് സംസാരിക്കാനില്ലാത്ത അവസരത്തിൽ ഈ മനുഷ്യൻ കുതിരയോട് പോയി അദ്ദേഹത്തിന്റെ വിചാരങ്ങളെല്ലാം പങ്കുവെക്കുകയാണ്. നമുക്ക് ആരോടെങ്കിലും നമ്മുടെ പ്രയാസങ്ങളൊന്ന് തുറന്നു പറയണ്ടേ? ആരെയാണ് വിശ്വസിക്കാൻ കൊള്ളുക? ആരോടാണ് പറയുവാൻ കൊള്ളുക? അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് ആമേൻ, സത്യമായത് കൊള്ളാവുന്നത് ദൈവത്തോട് പറയാൻ കൊള്ളാം. അപ്പോൾ ഇവിടെ സ്നേഹം രാഹിത്യമാർന്ന അല്ലെങ്കിൽ സ്നേഹമില്ലാത്ത ഒരു സാഹചര്യം ഇന്ന് ഈ ലോകത്തുണ്ടായിരിക്കുകയാണ്. ആർക്കും ആരോടും കടപ്പാടുകളില്ല, സ്നേഹമില്ല, പങ്കുവെക്കലില്ല. അതുകൊണ്ട് ജീവിതം സന്തുഷ്ടമാകുവാൻ സ്നേഹിക്കുക. ഞാനൊന്ന് ചോദിക്കട്ടെ, എത്ര ആളുകളാണ് പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ട് വേറൊരാളെ സമീപിക്കുക? ആരുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരു പുഞ്ചിരിക്കുന്ന മുഖം നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. പലരും ടെൻഷൻ കൊണ്ട് വലിഞ്ഞു മുറുകിയ മുഖവുമായിട്ടാണ് നിൽക്കുന്നത്. വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളൊന്ന് ഓർക്കുക, ജോലി കഴിഞ്ഞ് കയറി വരുന്ന ഭർത്താവിനെ ഭാര്യ പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണ്? പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ടാണ് അദ്ദേഹം കയറി വരേണ്ടത്. പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, പലരും തിരുമേനിമാരോട് ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ അവർ പറയുന്നത് ആദ്യം ഡ്രൈവറോട് വിളിച്ച് ചോദിക്കും, ഇന്ന് നല്ല മൂടാണോ? നല്ല മൂടാണെങ്കിൽ മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. ഇതൊരു അബദ്ധധാരണയല്ലേ? നല്ല മൂട് ചീത്ത മൂടെന്നൊന്നുമില്ല. ആരാണോ പ്രയാസവുമായിട്ട് വരുന്നത്, നമ്മുടെ പ്രയാസങ്ങൾ, നമുക്ക് കുന്നോളം പ്രയാസങ്ങൾ ഉണ്ടാകാം, പക്ഷെ ആ പ്രയാസങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് കർത്താവിൻ്റെ ഭാവം നമ്മളിൽ ഉണ്ടാകണം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഏതെങ്കിലും ഒരു സമയത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ വന്നവരെ ഇപ്പോൾ വരണ്ട, പിന്നെ വന്നാൽ മതി എന്ന് പറഞ്ഞ് സമയക്രമമായിട്ട് എവിടെയെങ്കിലും നീക്കി വെച്ചിട്ടുണ്ടോ കർത്താവ്? അതുകൊണ്ട് നമ്മൾ ഓർക്കണം, കർത്താവിൻ്റെ ഭാവം ഉൾക്കൊള്ളുന്നവൻ എന്ത് ചെയ്യണം? സ്നേഹത്തോടുകൂടി, ഭാവത്തോടുകൂടി, പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി ജീവിതത്തെ നോക്കിക്കാണണം. ഒരു പുഞ്ചിരിക്കുന്ന മുഖം നമ്മൾ ആരിലെങ്കിലും കണ്ടാൽ നമ്മുടെ പ്രയാസം പകുതി കുറയുകയാണ്. കാരണം എന്താ? ആത്മവിശ്വാസം നമ്മളിൽ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ കറുത്തവരാകട്ടെ, വെളുത്തവരാകട്ടെ, ഇരുനിറക്കാരാകട്ടെ, ജോലിക്കാരാകട്ടെ, ജോലിയില്ലാത്തവരാകട്ടെ, ആരാകട്ടെ, ഉന്നതനാകട്ടെ, പണ്ഡിതനാകട്ടെ, പാമരനാകട്ടെ, പണക്കാരനാവട്ടെ, പാവപ്പെട്ടവനാകട്ടെ, എല്ലാവർക്കും ഒരു കാര്യത്തിന് യാതൊരു പഞ്ഞവുമില്ല. പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി നമ്മുടെ കുടുംബാംഗങ്ങളെ സമീപിക്കുക. പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കുക. അപ്പോൾ സന്തോഷത്തോടു കൂടി എന്ത് ചെയ്യണം? ജീവിതത്തെ സ്നേഹം കൊണ്ട് നിറയ്ക്കണം.
എണ്ണയ്ക്ക് ഒരു വാക്കാണ് സ്നേഹം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് എണ്ണ എന്താ ചെയ്യുന്നത്? അത് വലിയ ഉറച്ചിരിക്കുന്ന അല്ലെങ്കിൽ വളരെ ടൈറ്റായിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ എണ്ണ ഇട്ട് കൊടുത്താൽ എന്താ സംഭവിക്കുന്നത്? അത് മയമുള്ളതായിത്തീരും. സ്നേഹം എന്ന് പറയുന്നത് എത്ര ടൈറ്റായിട്ടിരിക്കുന്ന സാഹചര്യത്തിലും സ്നേഹമുണ്ടെങ്കിൽ അത് പ്രശ്നം ലളിതമാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ആറാമതായിട്ട് ജീവിതത്തെ സ്നേഹം കൊണ്ട് നിറയ്ക്കണം. 7, ജീവിക്കുന്ന ചുറ്റുപാടിൽ പ്രകാശം പരത്തണം. ജീവിക്കുന്ന ചുറ്റുപാടിൽ പ്രകാശം പരത്തണം. ജീവിക്കുന്ന ചുറ്റുപാടിൽ എന്താണ്? പലരും പാരകളായിട്ട് മാറുകയാണ്. ഒരിക്കല് മത്തായി എന്നു പേരുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? സ്നേഹമല്ല, മറിച്ച് എന്താണെന്നറിയാവോ? പാരവെപ്പായിരുന്നു. പാര വെച്ച് 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 പാരമത്തായി എന്നുള്ള പേര് വന്നു. അവസാനം അദ്ദേഹം പ്രായമായി മരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഏലമ്മച്ചേടത്തിയോട് പറഞ്ഞു, സ്വന്തം ഭാര്യയോട് പറഞ്ഞു, എടി ഏലമ്മേ, ഞാൻ ഈ ജീവിതത്തിൽ ഒത്തിരി ദ്രോഹങ്ങൾ ചെയ്തു, മറ്റുള്ളവർക്ക് പാര വെച്ചു, പലരുടെയും ജീവിതം കുളമാക്കി കളഞ്ഞു. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, നീയും മക്കളും അതിനൊരു പ്രായശ്ചിത്തം ചെയ്യണം. എന്താണെന്നറിയാമോ? ഞാൻ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ നെഞ്ചത്തൊരു പാര കുത്തി ഇറക്കണം നിങ്ങൾ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ പാര വെച്ച ആ ജീവിതത്തിന് എനിക്കൊരു മോചനം കിട്ടട്ടെ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഏലമ്മച്ചേടത്തി അത് സത്യമാണ് എന്ന് വിചാരിച്ചു. അവസാനം എന്ത് ചെയ്തു? ഈ മത്തായി ചേട്ടൻ മരിച്ചപ്പോൾ ആദ്യം കരയുന്നതിന് മുമ്പ് ഏലമ്മച്ചേടത്തി മക്കളെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, എടാ, അപ്പൻ ജീവിച്ചിരുന്നപ്പോൾ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഒരു അലക് കൊണ്ടുപോവാ, ചെത്തിക്കുറിപ്പിച്ചോണ്ട് വാ മക്കളെ എന്ന് പറഞ്ഞു. അലക് കൊണ്ടുവന്ന് എന്ത് ചെയ്തു? മത്തായി ചേട്ടന്റെ ആഗ്രഹപ്രകാരം നെഞ്ചത്ത് കുത്തിയിറക്കി. എന്നിട്ടാണ് ഏലമ്മച്ചേടത്തി മക്കളും കരഞ്ഞത്. നാട്ടുകാരെല്ലാം ഓടിക്കൂടി കഴിഞ്ഞപ്പോൾ മത്തായി ചേട്ടൻ പാരയ്ക്ക് കുത്തേറ്റ് മരിച്ചു കിടക്കുകയാണ്. ആദ്യം അവർക്ക് സന്തോഷം തോന്നി, കാരണം ഈ പാര അവസാനിച്ചല്ലോ എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ പ്രശ്നത്തിന്റെ രൂക്ഷമായ ഭാവം അവർക്ക് മനസ്സിലായത്. അവർ പറഞ്ഞു, ഏലമ്മച്ചേടത്തി മക്കളും കൂടി മത്തായി ചേട്ടനെ പാരയ്ക്ക് കുത്തിക്കൊന്നു, പ്രശ്നമായി, കേസായി. അവസാനം എന്ത് ചെയ്തു? ശിക്ഷിച്ചു. ജയിലിൽ കിടക്കുമ്പോൾ ഏലമ്മച്ചേടത്തി പറയുന്ന വളരെ ഹൃദയഭേദകമായ ഒരു പ്രയോഗമുണ്ട്. എന്നാലും എൻ്റെ ആമ്പ്രന്നവനെ, ജീവിച്ചിരുന്നപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് പാര, ചത്തപ്പോൾ നിങ്ങൾ സ്വന്തം ബമ്പർനോത്തിക്കിട്ടും മക്കൾക്കിട്ടും പാര വെച്ചിട്ടാണല്ലോ കടന്നുപോയത് എന്ന് പറഞ്ഞു. സത്യത്തില് ഒരു വലിയ ചിന്തയാണത്. നമ്മൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അത് നമ്മുടെ അവസാനം വരെ അതിൻ്റെ ഒരു പ്രസരണം സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നല്ല സ്വഭാവത്തിലാണ്, നന്മയാണ് നമ്മുടെ ഭാവമെങ്കിൽ ആ നന്മ സമൂഹത്തിലുണ്ടാകും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഒരു വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ട് തിരിച്ചറിയാം. ഈ സമൂഹത്തിൽ വലിയ വടവൃക്ഷങ്ങളുണ്ട്, വലിയ വള്ളിപ്പടർപ്പുകളുണ്ട്, ഔഷധ സസ്യങ്ങളുണ്ട്, ചൊറികണ്ണന്മാരുമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഓർക്കുക, ദൈവം ചൊറികണ്ണനെ സൃഷ്ടിച്ചുവെങ്കിലും ആ ചൊറികണ്ണത്തിന്റെ വേരിലുമുണ്ട് ഒരു ഔഷധം. ആ ഔഷധത്തെ കണ്ടെത്തുവാൻ നമ്മൾ ശ്രമിക്കണം. മറിച്ച് സമൂഹത്തെ എന്ത് ചെയ്യണം? ചൊറിയിക്കുന്നവരാകരുത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ പ്രകാശം പരത്തണം. അതുകൊണ്ടാണ് കവി ഒരിക്കൽ പാടുകയുണ്ടായല്ലോ, കൂർത്ത് മൂർത്ത ഒരു കല്ലിനെ കഴിഞ്ഞും എത്രയോ ശ്രേഷ്ഠമാണ്, വഴിയാത്രക്കാരന്റെ കാലിൽ ക്ഷതമേൽപ്പിച്ചുകൊണ്ട് വഴിയിൽ നിൽക്കുന്ന കൂർത്തുമൂർത്ത കല്ലിനെ കഴിഞ്ഞും എത്രയോ ഭേദമാണ് ഒരു മിന്നൽ പിണറിന്റെ ക്ഷണിക ജീവിതം എന്ന് കവി പാടിയതായ കാര്യം നമ്മൾ ഓർക്കണം. എന്തുകൊണ്ടാണ്? ചിലരുടെ ജീവിതം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇങ്ങനെ കൂർത്തുമൂർത്ത കല്ലുകളായിട്ട് ആക്കി തീർക്കുന്ന ഒരു ജീവിതമാണ്. അത് മാറ്റിയിട്ട് എന്ത് ചെയ്യണം? ക്ഷണികമാണ് ജീവിതമെങ്കിലും, അല്പായുസാണ് ജീവിതത്തിലെങ്കിലും എങ്ങനെയുള്ളതായിരിക്കണം? പ്രകാശം പരത്തുന്നതാണ്. മിന്നൽ പിണറിന്റെ ജീവിതത്തിനൊപ്പമായിരിക്കണം. എന്താണ് മിന്നൽ പിണർ? ഒരല്പസമയമേ നമ്മുടെ മുമ്പിൽ ഉള്ളൂ എങ്കിലും ചിലപ്പോൾ നമ്മൾ നിൽക്കുന്നത് അഗാധമായ ഒരു ഗർത്തത്തിന്റെ മുമ്പിലാകാം. ആ മിന്നൽ പിണറിന്റെ ആ വെളിച്ചത്തിൽ നമുക്ക് ആ ഗർത്തത്തെ കാണിച്ചു തരുവാൻ പറ്റും. ഒരു വലിയ സർപ്പത്തിന്റെ മുമ്പിലായിരിക്കാം നമ്മൾ നിൽക്കുന്നത്. പക്ഷെ ഒന്ന് ഓർക്കണം, മിന്നൽ പിണർ ആ വലിയ അപകടത്തെയും കാട്ടിത്തരും. അതുകൊണ്ട് നമ്മുടെ ജീവിതം എന്തായിരിക്കണം? മിന്നൽ പിണറിന്റെ ക്ഷണിക ജീവിതത്തെ പോലെ പ്രകാശം പരത്തുന്ന ജീവിതമായിരിക്കണം. മറ്റുള്ളവർക്ക് ക്ഷതമേൽപ്പിക്കുന്ന കൂർത്തുമൂർത്ത കല്ലിന്റെ അവസ്ഥയായിരിക്കരുത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ടും ഓർക്കുക. 8, സ്വാർത്ഥത വെടിയുക. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതിലെല്ലാം വിശുദ്ധ വേദഭാഗങ്ങളുണ്ട്.
സ്വാർത്ഥത വിടുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം അതിൽ പറയുന്നു, ജീവിക്കുന്ന ചുറ്റുപാടുകൾ പ്രകാശം വിതറുവാൻ. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 5:38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. ആവോളം മറ്റുള്ളവർക്ക് ദാനം ചെയ്യുക. അതിന് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ജീവിതത്തെ സ്നേഹം കൊണ്ട് നിറയ്ക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 43 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ. ജീവിക്കുന്ന ചുറ്റുപാടുകൾ പ്രകാശം പരത്തുക. 5-ാം അധ്യായത്തിന്റെ 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. സ്വാർത്ഥത വെടിയുക. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. 9-ാമതായിട്ട് പറയുന്നു, മറ്റുള്ളവരെ കുറിച്ച് ചിന്തയുള്ളവരായിരിക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. യേശു അവരോട്, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ എന്ന് പറഞ്ഞു. അതെ, യേശു അവരോട് പറയുകയാണ്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. എത്രയോ ആളുകളാണ് ഇന്നും 100 കോടിയിൽ പരം ആളുകൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. കുറെ കാലം മുമ്പ് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ വന്ന ഒരു ചിത്രം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. വിശന്ന് വലഞ്ഞവനായൊരു യുവാവ് ഒരൊട്ടകത്തിന്റെ മലദ്വാരത്തിൽ വാ ചേർത്ത് വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഒരൊട്ടകത്തിന്റെ മലദ്വാരത്തിൽ വാ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു യുവാവ് നിൽക്കുന്നു. എന്തിനാണ് നിൽക്കുന്നത്? ആ ഒട്ടകം വിസർജിക്കുമ്പോൾ ആ വിസർജ്യമെങ്കിലും തിന്ന് വിശപ്പെടുക്കുവാൻ വേണ്ടി വാ ചേർത്ത് നിൽക്കുന്ന ദയനീയമായൊരു ചിത്രമാണ്. അതേസമയമാണ് നമ്മളൊന്ന് നോക്കുക, നമ്മൾ ചെയ്യുന്നത് അക്രമമാണ്, അനീതിയാണ്. ഒരു കല്യാണ സദ്യക്കും അതുപോലെ വിശേഷ ദിവസങ്ങളിലെങ്കിലും 1000-ഉം 1500 രൂപയും വിലയുള്ള ഒരു പ്ലേറ്റ് ഭക്ഷണത്തിന് നമ്മൾ ചെലവാക്കുകയാണ്. ആർക്കു വേണ്ടിയിട്ടാണ് ചെലവാക്കുന്നത്? പരിശുദ്ധനായ പാമ്പാടി തിരുമേനി ഭക്ഷണത്തിന്റെ ഒരു സന്ദർഭത്തിൽ പറയുകയുണ്ടായി, ഈ ഭക്ഷണം എന്ന് പറയുന്നത്, അതിന്റെ രുചി എന്ന് പറയുന്നത് ഈ നാവിൻ തുമ്പത്താണ്. ഈ നാവിന്റെ ഭാഗം അവസാനിക്കുന്നിടത്ത് അതിന്റെ രുചി തീരുകയാണ്. പിന്നീട് പോകുന്നതെല്ലാം രുചി അറിയാതെ വേസ്റ്റായി പോകുന്നതാണ്. അപ്പോൾ ഒരു മനുഷ്യന്റെ ആഹാരത്തിന്റെ പരിമിതി എന്ന് പറയുന്നത് ഒരിച്ചാൻ വയറാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ആ ഒരിച്ചാൻ വയറിന്റെ ഒരിച്ചാൻ വയറിന് വേണ്ടിയിട്ടാണ് എത്രമാത്രം ഭക്ഷണമാണ് വേസ്റ്റാക്കി കളയുന്നത്. നമ്മുടെ ആളുകൾ ഒരു വശത്ത് ചപ്പാത്തിയും കറിയും, ഒരു വശത്ത് പത്തിരിയും കറിയും, ഒരു വശത്ത് മസാല ദോശ, ഒരു വശത്ത് ചോറ്, ഫ്രൈഡ് റൈസ്, ഇങ്ങനെയുള്ള എത്രയോ വിഭവങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, എത്രമാത്രം നമ്മളിൽ ഓരോരുത്തർക്കും ഭക്ഷിക്കുവാൻ സാധിക്കും? ബാക്കിയെല്ലാം വേസ്റ്റാക്കി കളയുകയല്ലേ? ഈ 1500 രൂപ പോലും ഒരു പ്ലേറ്റ് ഭക്ഷണത്തിന് വേണ്ടി ചെലവാക്കാൻ നമ്മൾക്ക് യാതൊരു മടിയുമില്ലാത്ത ക്രിസ്ത്യാനികളാണ് നമ്മളെല്ലാവരും. അപ്പോഴവിടെ ക്രിസ്ത്യാനി എന്ന് പറയുവാൻ സാധിക്കുമോ? മറ്റുള്ളവരെ കുറിച്ച് കരുതലില്ലാതെ ജീവിക്കുന്നവൻ ക്രിസ്ത്യാനിയാണോ? അതുകൊണ്ടാണ് യേശു തമ്പുരാൻ പറഞ്ഞത്, അവർക്ക് ഭക്ഷിപ്പാൻ നിങ്ങൾ കൊടുക്കണം. ഇപ്പോൾ അങ്ങനെയുള്ളൊരു മനോഭാവം വരുന്നിടത്തേ ക്രിസ്ത്യാനി എന്ന പദത്തിന് തന്നെ അർത്ഥമുണ്ടാവുകയുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് ഒട്ടകത്തിന്റെ മലദ്വാരത്തിൽ വാചേർത്ത് നിൽക്കുന്ന അനേകായിരങ്ങളുണ്ട് എന്ന് നമ്മൾ ഓർക്കുമ്പോഴാണ് ഇഷ്ടംപോലെ ഭക്ഷണങ്ങൾ വേസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതെന്ന് ഓർക്കണം. ഇന്ന് ഭക്ഷണത്തിന്റെ ഒരു ആഘോഷമാണ് ഇവിടെയും നടക്കുന്നത്. അപ്പോൾ ഈ ഭക്ഷണമെല്ലാം മാറ്റി വെച്ചിട്ട് മനുഷ്യന് കഴിക്കാവുന്ന ഭക്ഷണം മാത്രമേ കൊടുക്കാവുള്ളൂ. എന്തിനാണ് ഇവരെ കൂടി എത്രമാത്രം ഭക്ഷണങ്ങൾ കഴിക്കുന്നത്? എല്ലാവർക്കും പ്രഷറും കൊളസ്ട്രോളും ഷുഗറും എല്ലാം ആയിക്കഴിഞ്ഞു. ദൈവം അല്ലാതെ സമർത്ഥമായി കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് ഒന്ന് ഓർക്കണം, ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് പാപമാണ്. അതിനുവേണ്ടി ചെലവാക്കുന്ന പൈസ എത്രയോ പട്ടിണിപ്പാവങ്ങളുടെ വിശപ്പടക്കുവാൻ ഉപകരിക്കും. എത്രയോ പേരാണ് മംഗല്യ ഭാഗ്യം അത് സ്വപ്നം കണ്ടുകൊണ്ട് കഴിയുന്നതായ സ്ത്രീകളുള്ളത്. എത്രയോ ആളുകൾക്കാണ് രോഗബാധിതരായിട്ട് ഒരു നേരത്തെ മരുന്ന് പോലും വാങ്ങിക്കുവാൻ വശമില്ലാതെ നിൽക്കുന്നത്. അവിടെയാണ് ക്രിസ്ത്യാനിയുടെ ദൗത്യം, നിങ്ങൾ അവരെ കരുതണം എന്ന കർത്താവിൻ്റെ വാക്യം നമ്മളിലൂടെ സാധ്യമാവുകയുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് ജീവിതം സന്തുഷ്ടമാക്കുവാൻ മറ്റുള്ളവരെ കുറിച്ച് ചിന്തയുള്ളവരായിരിക്കുക. അവസാനത്തേത്, മറ്റുള്ളവർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് അവർക്ക് ചെയ്യണം. മറ്റുള്ളവർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവർക്ക് ചെയ്യണം.
അതൊരു വലിയ സംഗതിയാണ്, അല്ലേ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ അതിനെക്കുറിച്ച് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? അവരങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കും. എന്നാൽ നമ്മളത് ആഗ്രഹിക്കുമോ? അവർ നമ്മളോട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അവൻ എന്നെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചാൽ എന്താ? അവൻ എന്നെ കാണുമ്പോഴൊന്ന് ഷെയ്ക്ക് ഹാൻഡ് തന്നാൽ എന്താ? അവൻ എന്നെ കാണുമ്പോഴൊന്ന് മൈൻഡ് ചെയ്താൽ എന്താ? അപ്പോൾ അവർ ഇങ്ങോട്ട് ചെയ്യണമെന്ന് നമ്മൾ ശഠിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അങ്ങോട്ട് ചെയ്യണം. അവൻ എന്നെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചാൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ അവനെ കാണുമ്പോൾ നമ്മളൊന്ന് പുഞ്ചിരിച്ചാൽ എന്ത്? ആ ഒരു തലത്തിലേക്ക് ആക്കി തീർക്കണം. പ്രിയ സഹോദരങ്ങളെ, മറ്റുള്ളവരെങ്ങനെയൊക്കെ ആയി തീരണമെന്ന് നമ്മൾ എവിടെയെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? അത് നമ്മൾ അവർക്ക് ചെയ്യുവാൻ സദാ സന്നദ്ധരാകണം. അവിടെ ജീവിതം സന്തുഷ്ടമാകും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് എൻ്റെ വാക്കുകളുടെ അവസാന ഭാഗത്തേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. അപ്പോൾ ജീവിതം സന്തുഷ്ടമാക്കുവാൻ, പ്രശ്നങ്ങൾ നിറഞ്ഞ സങ്കീർണമായ ജീവിത പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ജീവിതത്തെ സന്തുഷ്ടമാക്കുവാൻ 10 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വളരെ പെട്ടെന്ന് പറഞ്ഞ് പിരിയുകയാണ് ഞാൻ ചെയ്തത്. ഒന്നാമതായിട്ട്, നമ്മുടെ ജീവിതത്തിൽ ആരോടും വിദ്വേഷം വെച്ച് പുലർത്തരുത്. രണ്ടാമതായിട്ട്, ഒരിക്കലും ആകുല ചിന്തകളിൽ മനസ്സിനെ വിട്ടുകൊടുക്കരുത്. ആകുല ചിന്തയരുത്. എല്ലാ കാര്യങ്ങൾക്കും, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരകനായിട്ട് ആരുണ്ട്? സർവശക്തനായ ദൈവമുണ്ട്. മൂന്നാമതായിട്ട്, ലളിതമായിട്ട് നമ്മൾ ജീവിക്കണം. ആർഭാടമായിട്ട് ജീവിക്കാൻ പോകരുത്, ലളിതമായിട്ട് ജീവിക്കുക. 4, മറ്റുള്ളവരിൽ നിന്ന് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല, പ്രതീക്ഷിക്കരുത്. പ്രതീക്ഷിക്കുമ്പോഴാണ് നമുക്ക് നിരാശ ഉണ്ടാകുന്നത്. അപ്പോൾ പ്രതീക്ഷിക്കാതിരിക്കുക. 5, ആവോളം നമുക്ക് കഴിവുള്ളിടത്തോളം നമ്മൾ ദാനം ചെയ്ത് ജീവിക്കണം. 6, ജീവിതത്തെ എപ്പോഴും സ്നേഹം കൊണ്ട് നിറയ്ക്കണം. 7, നമ്മൾ എവിടെയാണോ ജീവിക്കുന്നത് ആ ജീവിക്കുന്ന സാഹചര്യത്തിൽ പ്രകാശം പരത്തി ജീവിക്കുന്നവരായിരിക്കണം. 8, സ്വാർത്ഥത എന്ന വികാരം നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റിവെക്കണം. 9, നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തയുള്ളവരായിരിക്കണം. നമ്മളെക്കുറിച്ച് മാത്രമല്ല ചിന്ത, മറ്റുള്ളവരെക്കുറിച്ചും ചിന്തയുള്ളവരായിരിക്കണം. 10, മറ്റുള്ളവർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ അവർക്ക് ചെയ്യണം. ഈ 10 കാര്യങ്ങൾ പ്രമാണിച്ചവരാണ് നമ്മുടെ പരിശുദ്ധ പിതാക്കന്മാരെല്ലാം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ അവസരത്തിൽ ഈ പരിമലയുടെ പുണ്യഭൂമിയിൽ വന്നിരിക്കുന്ന നമുക്ക് ദൈവസന്നിധിയിൽ ഒറ്റ കാര്യം മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ. ഞങ്ങൾക്കിതെല്ലാം ചെയ്യുവാനുള്ള ഒരു നിർമ്മലമായ ഹൃദയം തരണമേ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. സ്തുതിയുണർവുള്ളോനീ ഈറയ സേവിതനീ, നീ മാനവ ശുശ്രൂഷകളിൽ പ്രിയമുള്ളോനാ, ആഴത്തി നടിയാ നിന്നെ വിളിക്കുന്നു, യോനയ്ക്കുന്നതുപോൽ ഞങ്ങൾക്കുത്തരമരുൾക. നിർമ്മലരിൽ കനിയും നിർമ്മലനാം ദേവാ, ഞങ്ങൾക്കെന്നോ നൽകണമേ നിർമ്മല ഹൃദയം. നിൻ പ്രീതിക്കെതിരാ വാഴാം ചിന്തകളും ദുഷ്ടവിചാരവും എങ്ങളിൽ ഒഴിവാക്കണമേ. നിൻ പ്രീതിക്കെതിരാ വാഴാം ചിന്തകളും ദുഷ്ടവിചാരവും എങ്ങളിൽ ഒഴിവാക്കണമേ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഒരു നല്ല ഹൃദയം നമുക്കുണ്ടാകുവാൻ വേണ്ടി, ജീവിതം സന്തുഷ്ടമാക്കുവാൻ ഈ പ്രമാണങ്ങളെല്ലാം
നമ്മുടെ ഹൃദയത്തിൽ മുളച്ച് വളരുവാൻ വിധം സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. എന്തെല്ലാം പ്രയാസങ്ങളും എന്തെല്ലാം ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ നമ്മൾ ഓർക്കുക, ഇന്ന് നിങ്ങൾക്ക് അമാവാസിയാണെങ്കിൽ നാളെ ഒരു പൗർണമിയുണ്ട്. ഇന്ന് അമാവാസിയുടെ കൂരിരുട്ടിലാണ് നിങ്ങളെങ്കിൽ നാളെ പ്രകാശത്തിൻ്റെ ഒരു ചെറിയ നാളം ചക്രവാളത്തിൽ കാണാൻ ദർശിക്കും കഴിയും. അത് വളർന്ന് വളർന്ന് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കും. ഒരു സുപ്രഭാതമുണ്ട്, ഒരു രാത്രിയുണ്ട്, പൗർണമി നിറഞ്ഞു നിൽക്കുന്ന ഒരു രാത്രിയുമുണ്ട്. അതുകൊണ്ട് ഇരുട്ടിൻ്റെ ഈ അവസ്ഥയിൽ, ദുഃഖത്തിൻ്റെതായ സമയങ്ങളിൽ നമ്മൾ നിരാശപ്പെടേണ്ട. സർവ്വതും ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക. ദൈവം അനുഗ്രഹങ്ങൾ നൽകും, ദൈവം സമാധാനം നൽകും, ദൈവം നല്ലത് വരുത്തും. അതുകൊണ്ട് എല്ലാം നല്ലതിന് എന്ന് കണ്ടവനായ ദൈവം നമ്മുടെ ജീവിതത്തെയും നല്ലതിനായിട്ട് കരുതട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.